പ്രത്യേകിച്ച് ഞാൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന വിഭാഗമാണ് APK സുന്നി. അവർക്ക് ഏറ്റവും വെറുപ്പ് എന്നോടാണ്, പക്ഷെ എനിക്ക് ഏറ്റവും ഇഷ്ടം അവരോടാണ്. അതുകൊണ്ടാണ് ഞാൻ അവരെ ശക്തമായി ശകാരിക്കുന്നത്. എന്താ കാരണം? നമ്മുടെ കുട്ടി കേട് വന്നോട്ടെ എന്ന് വിചാരിക്കണേ ഓനെ പിന്നെ നമ്മൾ ഉപദേശിക്കോ, ഓനെ നമ്മൾ ചീത്ത പറയോ, ഒന്ന് തല്ലേണ്ടി വന്നാൽ നമ്മൾ തല്ലുന്നത് എന്തുകൊണ്ടാ? ഒന്ന് നന്നാകണമെന്നുള്ളതുകൊണ്ടാണ്. അപ്പൊ ഞാൻ ഏറ്റവും കൂടുതൽ വിമർശിക്കുന്ന മുസ്ലിം സംഘടനയാണ് സമസ്ത. അതിന്റെ കാരണം എനിക്ക് അവരോട് സ്നേഹമുണ്ട്. കാരണം എന്താ അറിയോ? കൃത്രിമെങ്കിലും മറ്റുള്ളവരെക്കാൾ ഒരു ഭക്തിയുണ്ട് അവർക്ക്. അവരുടെ ഭക്തി ദീനിയായ പ്രമാണം ബേസ് ചെയ്ത് രൂപപ്പെട്ടതല്ല, പൗരോഹിത്യത്തെ മുൻനിർത്തി രൂപപ്പെട്ടതാണ് അവരുടെ തെക്കുവ എന്നുള്ളതും സൂക്ഷ്മത എന്നുള്ളതും. അത് നല്ല പ്രയോഗമാണ്, സൂക്ഷിച്ച് പ്രയോഗിച്ചതാണ്, ഒരവ്യക്തതയും ഇല്ലാതെ പ്രയോഗിച്ചതാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് ക്ലാരിറ്റി കിട്ടിയാൽ, അവരെ മുമ്പേ ഉണ്ടായിരുന്ന ആ സൂക്ഷ്മത ഉണ്ടല്ലോ, ഈ പ്രമാണം കൂടി എത്തിയാൽ അതൊരു 10 മാറ്റ കാര്യമായിരിക്കും. നിങ്ങൾ ആരെ ചിന്തിച്ചോ? ആരെ നിങ്ങളെടുത്ത ഹുസൈൻ സൽഫി സുന്നിയായിരുന്നു. ഹുസൈൻ സൽഫിന്റെ കാക്കൊക്കെ എപ്പോഴും സുന്നിയ. ഫൈസൽ മൊയ്ലിന്റെ ബാപ്പ ഒരു ദർഗയിലെ പൂജാരിയായിരുന്നു അല്ലേ? അതെന്താ? അവരൊക്കെ നമ്മളെ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ആളുകളല്ലേ? എന്താ കാരണം? ജാഹിലിയത്തും അവർക്കറിയാം, മുജാഹിദ് പ്രസ്ഥാനം എന്താന്ന് അറിയാം. അതുകൊണ്ട് എല്ലാവരെക്കാൾ ഉഷാറവരാണല്ലോ. സമ്മതിച്ചല്ലോ എല്ലാവരും? ശരി, അങ്ങനെയാണെങ്കിൽ നമുക്ക് ശരിക്കും നമ്മുടെ വഴികാട്ടി എന്താണ്? ശരിക്കും നിങ്ങൾ നോക്ക്, കാലകീലകളുടെ അപ്പുറത്ത് നമുക്കൊരു വഴികാട്ടി ഉണ്ടോ? ഉണ്ടാവണോ? അത് നമ്മൾ ശരിക്കും ആലോചിക്കണം. ഇപ്പൊ മതപരമായ അഭിപ്രായ ഭിന്നതകൾ ഉണ്ടാവും, പല രൂപത്തിലുള്ള അഭിപ്രായ ഭിന്നതകൾ ഉണ്ടാവും. ഈ അഭിപ്രായ ഭിന്നത ഉണ്ടാവുമ്പോ അള്ളാഹ് എന്താ പറഞ്ഞു? നമ്മളിപ്പോ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ പോയത് അവിടെ നിങ്ങളെ വഹാബിയ. ശരി, മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് അതും നിങ്ങളാളാ. കെ ഉമർ മൗലവി അത് തിരുകാട്ടരനായി ഞങ്ങൾക്കറിയാം, അതും നിങ്ങളാളാ. അല്ലയോ? അതാരാളാ? അള്ളാരാളാണ് നമ്മുടെതൊക്കെ. നരേന്ദ്രമോദിന്റെയും അല്ല അല്ലെ, നെതന്യാഹുവിന്റെ അല്ല, ഏരിയൽ ഷാരോന്റെ അല്ല, ട്രംപിന്റെ അല്ല. സമ്മതിച്ചോ? ആണ്. നിരീശ്വരവാദികളുടെ അല്ല, കൃമികീടങ്ങളുടെ അല്ല, അണ്ടഘടാകത്തിന്റെ പടച്ചോൻ. സമ്മതിച്ചോ? ആണ്. ആ പടച്ചോൻ എല്ലാവരുടേതുമാണ്. ആണോ? എങ്കിൽ ആ പടച്ചോൻ അവതരിപ്പിച്ച ഖുർആനിൽ ഒരു വാചകമുണ്ട്, ഇന്ന ഹാദൽ ഖുർആന യഹ്ദീ ലില്ലതീ ഹിയ അഖ്വം. 10-ാം അധ്യായം 9-ാമത്തെ വചനം. ഏറ്റവും ചൊവ്വായതിലേക്ക് ഈ ഗ്രന്ഥം നയിക്കുന്നു. ആ ഗ്രന്ഥത്തിൽ എന്താണോ ജീവിതം, അങ്ങനെ നിങ്ങളൊന്ന് മനസ്സിലാക്കി നോക്ക്. ഞാൻ ആ ഗ്രന്ഥത്തിലൂടെ നിങ്ങളെ വളരെ ഗൗരവമായ ചില കാര്യങ്ങളിലോട്ട് ക്ഷണിക്കാം. അതിലൊന്നാമതായി, അള്ളാഹു തെരഞ്ഞെടുത്ത് ലോകത്ത് അയക്കുന്നവരാണ് പ്രവാചകന്മാർ. നേരത്തെ ഇവിടെ 16-ാം അധ്യായം 36-ാമത്തെ വചനം ഉദ്ധരിച്ചു. അതുപോലെ വിശുദ്ധ ഖുർആനിലെ വിവിധ വചനങ്ങൾ ഉദ്ധരിച്ചു. എല്ലാ സമൂഹത്തിലേക്കും അള്ളാഹു പ്രവാചകന്മാരെ നിയോഗിച്ചു. നമുക്ക് ചിന്തിക്കാനുള്ള ഒരു വശം, ശരിക്കും ഖുർആനിന്റെ ഉള്ളിൽ നിന്നുകൊണ്ട് സമസ്തക്കും മുജാഹിദിനും ജമാഅത്തെ ഇസ്ലാമിക്കും തബ്ലീഗിനും അതുപോലെ പോപ്പുലർ ഫ്രണ്ടിനും വേണ്ടി എന്നുകൊണ്ട് എല്ലാവർക്കും, ഇന്ത്യൻ യൂണിയനും മുസ്ലിം ലീഗ് അടക്കമുള്ള എല്ലാവർക്കും ആലോചിക്കാൻ. അവരൊക്കെ മുസ്ലിം സമുദായത്തിൽപ്പെട്ടവരാണ്. 1 കോടിയിലധികം വരുന്ന മുസ്ലിങ്ങൾ കേരളത്തിലുണ്ട്. 3.5 കോടി മനുഷ്യരുള്ള ഒരു സ്റ്റേറ്റിലാണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ 1 കോടിയിലധികം വരുന്ന ഈ മുസൽമാന് ഏറ്റവും കൂടുതൽ വിശ്വാസം രൂപപ്പെടേണ്ടത് പ്രവാചക തിരുമേനിയുടെ ചരിത്രത്തെയും ഖുർആനിനെയും മുന്നിൽ വെച്ച് ഖുർആൻ എന്ത് പറയുന്നു, അതിന്റെ വ്യാഖ്യാനമായ തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് പറയുന്നു, അതിനനുസരിച്ചാണോ എന്റെ വിശ്വാസം, എന്റെ ആചാരം, എന്റെ കർമ്മം, എന്റെ വാക്ക് എല്ലാം നമ്മൾ ഓർക്കണം. ഉദാഹരണത്തിന് ഞാൻ പറയാം, ഒരു സ്ത്രീ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഉടുവഴിയിലൂടെ പോവുകയാണ്. അപ്പൊ അവിടെ ഒരു വീട്ടിൽ നിന്ന് പനി, അതിശക്തമായ പനിയുള്ള ഒരു സ്ത്രീ പനിയെ കുറ്റപ്പെടുത്തിക്കൊണ്ട്, നമ്മൾ പറയുക എട്ടങ്ങേറിന്റെ പനി, പണ്ടാരിറങ്ങാൻ എന്തൊരു പനിയത് എന്നൊക്കെ നമ്മൾ പറയല്ലോ. അതുപോലൊരു വാചകം ഒരു സ്ത്രീ പറഞ്ഞപ്പോ അങ്ങോട്ട് നടന്ന റസൂൽ തിരിച്ചിങ്ങോട്ട് നടന്നിട്ട് ആ വീട്ടുകാരിയെ നോക്കിയിട്ട് പറഞ്ഞു, അങ്ങനെ പറയരുത് സഹോദരി, അങ്ങനെ പറയരുത്. കാരണം പനി എന്ന് പറയുന്നത് ഒരു ചൂടാണ്, നരകത്തിന്റെ ചൂടിൽ നിന്നുള്ള ഒരു ചൂടാണത്. ഒരാൾക്ക് ദുനിയാവിൽ പനിച്ചാൽ ആ പനി നരകത്തിൽ നിന്ന് അയാളെ അകറ്റും, ഒരു ലഘൂകരണം കിട്ടും. നിങ്ങൾ ആലോചിച്ചു, ഇത് അറിയുന്നതിന് മുമ്പുള്ള അവരുടെ മനസ്സെന്താ? പനീനെ തെറി പറയാൻ അവർ പ്രേരിപ്പിക്കുന്നത്. ഇനി ഈ വാചകം കേട്ടതിന് ശേഷം അവർക്ക് പ്രശ്നമില്ല. കാരണം ആ ചൂട്, ആ പനി നരകത്തിന്റെ ചൂടിൽ നിന്നൊരു ചൂടായതുകൊണ്ട് നരകത്തിൽ നിന്ന് അവർ കുറച്ച് അകറ്റപ്പെടും. അത് ആശ്വാസമാണ്. അതാണ് ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം എന്ത് കാര്യത്തെയും പോസിറ്റീവായി ചിന്തിക്കാൻ പഠിപ്പിച്ചു കൊടുത്തു ഇസ്ലാം. അവിടെയാണ് നമ്മൾ എവിടെ നിൽക്കുന്നു എന്ന വിഷയം നമ്മൾ പഠിക്കുന്നത്. ഓരോ കാര്യം ഞാൻ ഓരോ പോയിന്റ് ഇങ്ങനെ പറഞ്ഞു പോകാം. വിശുദ്ധ ഖുർആൻ നമ്മുടെ മുമ്പിൽ നൽകുന്ന ഒരു കാര്യം, പടച്ചോൻ നമ്മളോട് പറയുന്ന ഒരു കാര്യം, പ്രവാചകന്മാർ ചെയ്ത ഒരു കാര്യം. പ്രവാചകന്മാർ എന്താ ചെയ്തത്? പ്രവാചകന്മാർ ലോകത്ത് വന്നു. ലോകത്ത് വന്നിട്ട് അവർ എന്ത് ചെയ്തു? നേരത്തെ ഇവിടെ ഒറ്റ വാചകം കൊണ്ട് നേരത്തെ സുല്ലമി സൂചിപ്പിച്ചു. ഏത്? അള്ളാഹ് ഉണ്ട് എന്ന് പറയാൻ അവരാരും വന്നിട്ടില്ല. അല്ലുണ്ട് എന്ന് പറയാൻ എല്ലാവരും വന്ന് അള്ളാനെ മാത്രമേ ആരാധിക്കാവൂ, വജിത്തന് മുത്താവൂ, എല്ലാ ദുർമൂർത്തികളെയും കൈവടിയണം എന്ന് പറയാനാണ്. അവിടെയാണ് നമ്മൾ ചിന്തിക്കുന്നത്, എന്തായിരുന്നു അവർ? നബി പ്രവാചകന്മാർ വന്നിട്ട് അവരാരെങ്കിലും, ഞാൻ ചിന്തിക്കേട്ടോ, എന്നെ ചിന്ത പറഞ്ഞു വെക്കുകയാണ്, ഖുർആൻ വായിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന കാര്യം. നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം 950 വർഷം, അതിൽ ആർക്കെതിരെ 1050 കുറവ് എന്നാണെന്ന് പറയുന്നത്. 1050 കുറവ്.
ഇപ്പൊ 950 വർഷം അദ്ദേഹം ദേവത്തെടുത്തു. ചോദ്യം, ഒന്നാമത്തെ ചോദ്യം, സമസ്തയിൽ ആരെങ്കിലും ഇവിടെ നിങ്ങൾക്ക് എടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഹൃദയത്തിൽ വെക്കുക. നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം വരുമ്പോൾ അവിടെ 5 ഔലിയാക്കളെ ചുറ്റിപ്പറ്റി ചില വിശ്വാസങ്ങളും ആചാരങ്ങളും ആ ഉമ്മത്തിൽ ഉണ്ടായിരുന്നു. സമ്മതിച്ചോ? ആണ്. KV മുഹമ്മദ് മുസ്ലിയാർ കൂട്ടനാടിന്റെ പരിഭാഷ 5-ാം വോള്യം 71-ാം അധ്യായം സൂറത്ത് നൂഹ് 28 വചനം. അതിൽ 24-ാമത്തെ വചനത്തിന്റെ വ്യാഖ്യാനക്കുറിപ്പിൽ ഇബ്നു അബ്ബാസ് തങ്ങൾ പറയുന്നു എന്ന് പറഞ്ഞിട്ട് KV മുഹമ്മദ് മുസ്ലിയാർ കൂട്ടനാട് പറയാണ്, വഹി അസ്മാഉർ റിജാലുൻ സ്വാലിഹീൻ മിൻ ഖൗമി നൂഹിൻ. നൂഹ് നബിയുടെ കാലഘട്ടത്തിൽ 5 സ്വാലിഹീങ്ങൾ. ആര്? വദ്, സുവാ, യഊസ്, യഹൂഖ്, നസ്ർ. ഇവർ 5 പേരും ഔലിയാക്കളായിരുന്നു, സ്വാലിഹീങ്ങളായിരുന്നു. ആ സ്വാലിഹീങ്ങളെ ചുറ്റിപ്പറ്റിയാണ് ലോകത്ത് ശിർക്കിന്റെ വിശ്വാസം ആദ്യം രൂപപ്പെടുന്നത്. ഈ വിശ്വാസം ഇന്നും തുടരുന്നത് ആരിലൂടെയാണ്? കേരളത്തിലെ സമസ്തയിലൂടെയാണ്. അതായത് നൂഹ് നബിക്കല്ല ഈ വിശ്വാസം. അതാണ് ഒന്നാമത്തെ പോയിന്റ്. നൂഹ് നബി അള്ളാന്റെ ദൂതനാണ്. സംശയമുണ്ടോ? ഇല്ല. ഇവിടുത്തെ ഏതെങ്കിലും ഒരു മുസ്ലിം സംഘടനക്ക് സംശയമുണ്ടോ? നൂഹ് നബി പഴച്ചതായിരുന്നു, നഊദുബില്ല. അങ്ങനെ അഭിപ്രായം ആർക്കെങ്കിലും ഉണ്ടോ? നൂഹ് നബി കറക്റ്റ് ആണ്. ആണോ? ആണ്. നിങ്ങൾ അംഗീകരിക്കണ്ടോ? എങ്കിൽ നൂഹ് നബി കറക്റ്റ് ആക്കിയ ഒരു വിശ്വാസം ഉണ്ടായിരുന്നു. അത് നിങ്ങൾ അംഗീകരിക്കോ? അത് അംഗീകരിക്കോ? അതെന്താണ്? അത് എവിടുന്ന് കിട്ടും? അത് ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യയുടെ ഫത്താവയിൽ കിട്ടും? ഇല്ല. സൂറത്ത് നൂഹിൽ കിട്ടും. അതെവിടെ കിട്ടും? അത് ഖുർആനിൽ കിട്ടും. ഖുർആനിലെ 71-ാം അധ്യായം 28 വചനമാണ്. ആ 28 വചനം ശരിക്കും വായിക്കുന്ന ഒരാൾ ഞെട്ടിപ്പോകും. ഒരു സമസ്തക്കാരൻ വായിക്കുകയാണെങ്കിൽ എന്ത് എടങ്ങേറ് വഹാബീസ് ആണല്ലോ ഈ 28 വചനത്തിലും. ഒരൊറ്റ സമസ്തയുടെ ആശയം ആ 28 വചനത്തിലില്ല. അതാണ് ആ 28 വചനത്തിന്റെ പ്രത്യേകത. ആ 28 വചനം വായിച്ച് ശരിക്കും അള്ളാനെ പേടിക്കുന്ന ഒരാൾ പിന്നെ സമസ്തയിൽ നിൽക്കില്ല. ഒരു മൈക്രോ സെക്കൻഡ് പോലും പിന്നെ സമസ്തയിൽ നിൽക്കില്ല. അപ്പൊ നിങ്ങൾ ചോദിക്കും, ലക്ഷക്കണക്കിന് ആളുകൾ അവിടെ ഉണ്ടല്ലോ, ഒരു നൂഹ് വായിക്കാറില്ല. നിങ്ങൾ എന്നോട് ചോദിക്കും, എന്താ ഓല അവിടെ ഉണ്ട്? ഒരു സൂറത്ത് നൂഹ് ജീവിതത്തിൽ വായിച്ചിട്ടില്ല. ജീവിതത്തിൽ. ഞാൻ വെറുതെ പറയുന്നല്ല. നിങ്ങൾ KV മുഹമ്മദ് മുസ്ലിയാർ കൂട്ടനാടിന്റെ പരിഭാഷ മാത്രം വായിച്ചാൽ മതി. മുജാഹിദുടെ ഒരു പരിഭാഷ കൈകൊണ്ട് തൊടുപോലും നിങ്ങൾ ചെയ്യണ്ട. നിങ്ങൾ KV മുഹമ്മദ് മുസ്ലിയാർ കൂട്ടനാടിന്, ഞാൻ അവിടെ നിന്നാണല്ലോ ഉദ്ധരിച്ച്, സ്വാലിഹീങ്ങളായിരുന്ന 5 ആളുകൾ. അല്ലാതെ കരിങ്കല്ലിനെ ആരാധിച്ചു തുടങ്ങിയതല്ല. രൂപമില്ലാത്ത ഭാവമില്ലാത്ത ഒരു കല്ലിനെ ഇങ്ങനെ നിലത്തേക്ക് ഇട്ടിട്ട് അതിനെ ആരാധിച്ചു തുടങ്ങിയതല്ല. മറിച്ച് അള്ളാനെ പേടിച്ച് ജീവിച്ച വലിയകളിൽ നിന്നാണ് അവരുടെ വിശ്വാസം തുടങ്ങുന്നത്. ആ വലിയകളെ ചുറ്റിപ്പറ്റിയാണ് തുടങ്ങുന്നത്. അതുകൊണ്ട് അള്ളാഹ് പറയുന്നത് അറിയോ? അലാലില്ലാഹി ദീനുൽ ഖാലിസു വല്ലദീന ഇത്തഖദൂ മിൻ ദൂനിഹി ഔലിയാ മാ നഅബുദുഹും ഇല്ലാ ലിയുഖർരിബൂനാ ഇലല്ലാഹി സുൽഫാ. ഈ ആയത്തിന്റെ അർത്ഥം എന്താ അറിയോ? ഔലിയാക്കളെ പിന്നാലെ പോയവർ, അള്ളാനെ വിട്ടിട്ട് ഔലിയാക്കളെ പിന്നാലെ പോയവർ. ഇങ്ങനെ തന്നെയല്ലേ അള്ളാന്റെ ഖുർആനിലുള്ളത്? ഞാൻ സ്വന്തമായിട്ട് അർത്ഥം വെച്ചാലോ, മിൻ ദൂനിഹി ഔലിയാ, അള്ളാഹ്ക്ക് പുറമെ ഔലിയാക്കളെ സ്വീകരിച്ചവർ. ഔലിയാക്കളെ സ്വീകരിച്ചവർ കേരളത്തിൽ അതാരാ? കേരളത്തിൽ അള്ളാനെ സ്വീകരിച്ചവർ സലഫികൾ, കേരളത്തിൽ ഔലിയാക്കളെ സ്വീകരിച്ചവർ സമസ്ത. സമ്മതിച്ചോ? സൂറത്ത് സുമറിലുള്ളതാണ്, 39-ാം അധ്യായം 3-ാമത്തെ വചനമാണ്. സമ്മതിച്ചു. ഇനി നമുക്ക് നോക്കാം. നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അവരോട് പറയുന്നെന്താ? നൂഹ് നബി പറയുന്നത്, നിങ്ങൾ വദ്ദിനെ, സുവാഇനെ, യഹൂസിനെ, യഹൂക്കിനെ കൈവെടിയണം, ഉപേക്ഷിക്കണം. അവന്റെ ചോദ്യം, ഔലിയാക്കളോട് നൂഹ് അലൈഹി ഇസ്ലാമിന് വെറുപ്പായിരുന്നോ? ആയിരുന്നോ? അങ്ങനെയാണെങ്കിലല്ലേ ഔലിയാക്കൾ ഉപേക്ഷിക്കുക വഴി നൂഹ് നബി വഹാബിയായി പോവുക. നൂഹ് നബി 10 മറ്റ് നൂഹ് നബിയാണ് 1-ാമത്തെ വഹാബി. നൂഹ് നബിന്റെ മറുഭാഗത്തെ ഉസ്താദുമാരാണ് അന്നത്തെ സമസ്ത. ഇന്നത്തെ രജിസ്റ്റേർഡ് സമസ്തനെ കുറിച്ചല്ല. സമസ്തക്ക് ഒരു ആശയമുണ്ട്, ഒരു അക്കീദുണ്ട്. ആ അക്കീദ് ആദ്യം ഉദയം ചെയ്തത് നൂഹ് നബിന്റെ ഓപ്പോസിറ്റുള്ള ഉസ്താദുമാർക്കാണ്. ആ ഉസ്താദുമാർ എന്താ പറയുന്നത്? 24-ാമത്തെ വചനം 71-ാമത്തെ അധ്യായം. അതിലവർ പറയുന്നത് അറിയോ? നൂഹ് പറയുന്നു, നിങ്ങൾ കേൾക്കണ്ട, ഈ 5 ഔലിയാക്കളെ നിങ്ങൾ ഉപേക്ഷിക്കരുത്. 5 ഔലിയാക്കളെ നിങ്ങൾ ഉപേക്ഷിക്കരുത്. അടുത്ത വാചകം എന്നറിയോ? അല്ലാഹുവേ, ഈ ഔലിയാക്കളോടുള്ള ഇവരുടെ മഹബത്തില്ലേ, ഈ നാട്ടുകാരെ മുഴുവൻ പിഴപ്പിച്ചു. നൂഹ് നബി പറയുന്നത് പിഴപ്പിച്ചു എന്നാ പറയുന്നത്, ഹിദായത്തിലാക്കിയെന്നല്ല. ശരിക്കും പറയേണ്ടത് എന്താണ്? ഔലിയാക്കളെ സ്വീകരിച്ച് ഔലിയാക്കളുടെ കറാമത്ത് കൊണ്ട് അവരുടെ മരണവേശ അവരോട് ചോദിക്കുന്നതാണ് ദീനെങ്കിൽ നൂഹ് നബി എന്താ പറയേണ്ടത്? മുറുക്കി പിടിച്ചോളിയും, ഇതാട്ടോ ദീന്, കാരണം ഞാൻ അല്ലാന്റെ ദൂതനാണ്, ഇതാണ് എന്റെ റബ്ബെന്നെ പഠിപ്പിച്ചെന്നല്ലേ പറയേണ്ടത്. കോമൺ സെൻസ് ആട്ടോ അതൊക്കെ പറയുന്നത്. ഇനി പാണ്ഡിത്യൊന്നും ആവശ്യമില്ല. ഒറ്റ നേരം മൂടരിച്ചോടുന്നാൽ, ഒറ്റ നേരം, ഒരുപാട് കൊല്ലൊന്നും തിന്നണ്ട, ഒറ്റ നേരം മൂടരിച്ചോടുന്നാൽ. അല്ലെങ്കിൽ നൂഹ് നബി എന്താ പറയുന്നത്? ഇവരെ ഒഴിവാക്കണം. അപ്പൊ അവരെന്താ പറയുന്നത്? ഉസ്താദുമാര്, നൂഹ് നബിന്റെ ഓപ്പോസിറ്റ് ഉള്ള ഉസ്താദുമാര്, ഈ ഔലിയാക്കളെ വിടരുത്, നൂഹ്നങ്ങൾ ഒഴിവായിക്കൊടേ.
നൂഹ് നബി ആരാണ്? അള്ളാന്റെ ദൂതനാണ്. ആ ദൂതനെ ഒഴിവാക്കാനാ പറയുന്നത്. ഉസ്താദ്മാര് പറഞ്ഞ പോലെ തന്നെ മുജാഹിദുകളെ നിങ്ങൾ ഒഴിവായിക്കോളി, നിങ്ങൾ കേൾക്കരുത്. ഇതേ കാര്യം കേട്ടാളെ നൂഹ് അലൈഹിസ്സലാം എന്തായിരുന്നു കാരണം? നൂഹ് നബി അള്ളാനെ മാത്രം ഫോക്കസ് ചെയ്തു. നൂഹ് നബിന്റെ കുറ്റം എന്തായിരുന്നു? നോക്കൂ, നൂഹ് നബി ചോദിക്കുന്ന ഒരു ചോദ്യം എന്തറിയോ? മാലക്കുല്ലാ തർജൂന ലില്ലാഹി വഖാറാ. ഇത് ഖുർആനിലുള്ളതാണോ ഇല്ലാത്തതാണോ? 71-ാം അധ്യായം 13-ാമത്തെ വചനമാണ്. ഇല്ലാന്ന് പറ, എടുത്തിട്ട് നോക്ക്. പള്ളിയിലോ പീഠത്തിന്മേലോ വീട്ടിലോ ഇരുന്ന് നോക്ക്. എന്താ പറയുന്നത്? മാലക്കുല്ലാ തർജൂന ലില്ലാഹി വഖാറാ. അള്ളാഹ്ക്ക് എന്താണ് നിങ്ങളൊരു വക്കാർത്ത് കാണാത്തത്? ഒരു കാര്യം ഉണ്ടായി. എന്താ നൂഹ് നബി അങ്ങനെ ചോദിക്കാൻ? 5 ഔലിയാക്കൾക്ക് മാത്രം വക്കാർത്ത് കൊടുത്ത് അതിനെ ചുറ്റിപ്പറ്റി ആ ബിംബത്തിന്റെ അടുത്ത് ഇങ്ങനെ നിന്ന് അതിൽ നിന്ന് സഹായം ചോദിച്ച് അവരോട് പൊറുക്കലിന് തേടി അവര് മഴ തരും, അവര് വെള്ളം തരും, അവരെല്ലാം തരും എന്ന് വിശ്വസിച്ച ഒരു കൗമിനെ നൂഹ് നബി ശുദ്ധീകരിക്കാൻ. എന്നിട്ട് നൂഹ് നബി എന്താ പറഞ്ഞേ? നിങ്ങൾ അള്ളാഹ്നോട് പൊറുക്കലിനെ തേടി. അതെന്തായിരിക്കും ഒരു പ്രവാചകൻ അങ്ങനെ പറയേണ്ടി വന്നത്? നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ അങ്ങനെ പറയേണ്ടി വന്നത് എന്തുകൊണ്ടാണ്? സഹോദരങ്ങളെ, നമ്മുടെ പ്രോഗ്രാമിൽ ചെറിയ സാമ്പത്തിക ചെറുതല്ല, ഭാരിച്ചൊരു, കാരണം പ്രദേശം ദുർബലമായ അവസ്ഥാവിശേഷങ്ങളുടെ ആയിരിക്കും നമ്മുടെ മണ്ഡലം. നമുക്ക് വലിയ ഫണ്ടുകളൊന്നുമില്ല. നമ്മൾ ആ സദസ്സിന് പിരിച്ചെടുക്കുന്ന ഫണ്ട് കൊണ്ടാണ് ഈ സൗണ്ട് സിസ്റ്റത്തിനും ഇവിടെ റെക്കോർഡിങ്ങിനും എല്ലാം നമ്മൾ പൈസ കൊടുക്കുക. ഈ ലൈറ്റ് ആൻഡ് സൗണ്ടിന് നമ്മൾ പൈസ കൊടുക്കുക, ഇതിന്റെ സ്റ്റേജിനെല്ലാം നമ്മൾ പൈസ കൊടുക്കുക. അപ്പൊ നിങ്ങൾ മനസ്സറിഞ്ഞു കൊടുത്താൽ സംഘടനക്ക്, മണ്ഡലം ടീമിന് കടബാധ്യതയില്ലാതെ ആ കാര്യം പൂർത്തീകരിക്കപ്പെടും. അതുകൊണ്ട് അള്ളാന്റെ വജു ഉദ്ദേശിച്ചിട്ട് നിങ്ങൾ കൊടുത്തോളൂ. 35-ാം അധ്യായം 29-ാമത്തെ വചനം, 2-ാം അധ്യായം 172-ാമത്തെ വചനം. അല്ലദീന യുൻഫിഖൂന ഫിസ്സറാഇ വൽദറാ. അല്ലാഹു പറയാണ്, ഉള്ളപ്പോഴും ഇല്ലാത്തപ്പോഴും. സൂറത്ത് ആൽ ഇംറാൻ 133. അപ്പൊ എല്ലാരും കൊടുക്കുക. എന്താണോ കയ്യിലുള്ളത് മനസ്സറിഞ്ഞ് റബ്ബിന്റെ വജു ഉദ്ദേശിച്ച് റബ്ബിന്റെ വഹദാനിയത്ത് പ്രസംഗിക്കപ്പെടുന്ന ഒരു സദസ്സിൽ വെച്ച് നിങ്ങൾ കൊടുക്കുക. എന്റെ ടോപ്പിക്കിലേക്ക് നിങ്ങളുടെ മനസ്സ് കൊണ്ടുപോവാ. എല്ലാ കാര്യങ്ങളും ഇവിടെ ശരിക്കും ശ്രദ്ധിച്ചേ. നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം, എനിക്ക് അത്ഭുതം തോന്നിയ ഒറ്റ പോയിന്റ് പറയാം. 5 ഔലിയാക്കളെ പിന്നാലെ പോയവരെ പറ്റി നൂഹ് നബി അലൈഹി സ്വലാം അള്ളാഹിനോട് പറയുന്നത് എന്താ? കാഫിരീന ദയ്യാറാണ്. 5 ഔലിയാക്കളെ പിന്നാലെ പോയ കൗമിനെ പറ്റി നൂഹ് നബി പ്രയോഗിച്ച പ്രയോഗം എന്താണ്? അവിശ്വാസികൾ. വിശ്വാസികൾ എന്നല്ല. മുജാഹിദ് ബാദിശിയോ ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയോ അതുപോലുള്ള ആളുകളാ പറയുന്നത്. നിങ്ങൾക്ക് പറയാം, അത് അവര് പറയുന്നതാണ്. നൂഹ് നബിയാണ് പറയുന്നത്. പടച്ചോനെ, ഔലിയാക്കളെ പിന്നാലെ പോയ 5 ഔലിയാക്കളെ വിളിച്ചു ദുആ ചെയ്ത അവരിലേക്ക് റബ്ബിന് മാത്രം കഴിയുന്ന കാര്യം അവർക്കും കൂടി വകവെച്ചു കൊടുത്ത ഈ ടീമിനെ എന്നിട്ട് വീണ്ടും പറയുന്നതോ, ഈ കൗമ് ഇങ്ങനെ തുടർന്നാൽ ഇവരിൽ നിന്നും ലാലിമുകളല്ലാത്ത, ആസുര ജന്മങ്ങളല്ലാത്ത ഒരു നല്ല മനുഷ്യനെയും റബ്ബേ നിനക്ക് പ്രതീക്ഷിക്കണ്ട. ഞാൻ എന്റെ ഹൃദയത്തിൽ കാപട്ടില്ലാത്ത ഞാൻ കാര്യം പറഞ്ഞോട്ടെ. ഇന്ന് നൂഹ് നബി തിരിച്ചു വന്നാൽ നൂഹ് നബി പറയുന്നതായിരിക്കോ, പടച്ചവനെ, ഈ സമസ്ത നിലനിൽക്കുന്ന കാലത്തോളം ലാലിമുകളല്ലാതെ ഈ ഭൂമുഖത്ത് വേറുണ്ടാവില്ല എന്നായിരിക്കും പറയും. വളച്ചിട്ടില്ലാതെ പറയട്ടോ, കാരണം മനസ്സിലാകണോ അത്. നൂഹ് നബി അംഗീകരിച്ച അതേ വിഷയമാണ് ഇവിടെ നമ്മൾ അംഗീകരിക്കുന്നത്. ഇനി ഞാനൊന്ന് ചോദിച്ചോട്ടെ, ചുരുക്കി പറയാം. ഇവിടെ ഞാനൊരു വാചകം പറഞ്ഞിരുന്നു. എന്താ അത്? ഇവിടെ നിങ്ങളൊന്ന് നോക്കി. ഈ വാചകം 10 മുതൽ 13 വരെ, 13 മുതൽ 18 വരെ. ആ വാചകത്തിൽ നൂഹ് നബി എന്താ പറയുന്നത്? നിങ്ങൾ അല്ലാഹുവോട് പൊറുക്കലിനെ തേടിയ, നമ്മളിവിടെ പറയുന്നത് റസൂലിനോട് പൊറുക്കലിനെ തേടുക. നബിയേ, ഞങ്ങൾക്ക് പുറത്തിരുന്നേ നബിയേ എന്ന് പറയുന്ന എത്ര ക്ലിപ്പ് നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലേ? എന്താ കാരണം? അവരുടെ വിശ്വാസത്തിൽ എന്തോ പിഴവ് സംഭവിച്ചു. ഈ പിഴവ് സംഭവിച്ചവർക്കെതിരായി എതിർ ദിശയിലാണ് നൂഹ് നബി നിൽക്കുന്നതെങ്കിൽ സമസ്ത ശരിയാണെന്നാണോ സമസ്ത തെറ്റാണെന്നാണോ? സമസ്ത ശരിയാണെങ്കിൽ നൂഹ് നബി അവരുടെ കൂടെയല്ലേ നിൽക്കേണ്ടത്? എന്തുകൊണ്ട് അക്കാലഘട്ടത്തിലെ സമസ്തയുടെ കൂടെ നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാം നിന്നില്ല? ഇതാണ് എന്നെ ചിന്തിപ്പിച്ചൊരു വിഷയമാണ് പറയുന്നത്. എനിക്ക് എന്റെ ചിന്തയല്ലേ പങ്കുവെക്കാൻ പറ്റുള്ളൂ. സഹോദര, ആലോചിച്ചു. നൂഹ് നബി ഔലിയാക്കളെ ഈ കോലത്ത് കൊണ്ടുവന്ന് തെറ്റല്ലെങ്കിൽ, അത് ദീനാണെങ്കിൽ ശരിക്ക് നൂഹ് നബി അവരുടെ കൂടെയല്ലേ നിൽക്കണ്ടേ? നിന്നിട്ട് എന്ത് പറയണം? നിങ്ങളെ നേതാവായിട്ടാണ് അള്ളാഹുവിനെ നിയോഗിച്ച് നമുക്ക് ഈ പ്രചരണം വ്യാപിപ്പിക്കണം, അള്ളാഹിനെ മാത്രം വിളിക്കുന്നവരെ നമുക്ക് തിരുത്തണം, ഞങ്ങളെ കൂടെ ഉണ്ട് എന്നല്ലേ പറയേണ്ടത്? എന്തുകൊണ്ട് പറഞ്ഞില്ല എന്നത് നല്ലൊരു ചോദ്യമല്ലേ? നിങ്ങളും ചിന്തിക്ക്, നിങ്ങളൊക്കെ ചിന്തിക്ക്. ആ ഒരു ചോദ്യമല്ലേ? ആ ചോദ്യത്തിന്റെ ഉത്തരം എന്തായിരിക്കും? അതിനേക്കാൾ അത്ഭുതകരമായ ഒരു കാര്യം പറഞ്ഞോട്ടെ. സിമ്പിൾ ഉദാഹരണത്തിലൂടെ, സ്ത്രീകളൊക്കെ സാധാരണക്കാരായ ആളുകളുണ്ടാവും. ഒരു ബാപ്പ അയാളെ പറമ്പിൽ എവിടെയോ മക്കൾക്ക് വേണ്ടി നിധി സൂക്ഷിച്ചു.
ശരിക്കും ചിന്തിക്കണേ. മക്കൾക്ക് വേണ്ടിയിട്ട് നിധി സൂക്ഷിച്ചു. മരണം ഉറപ്പായ മരിച്ചു പോകുന്നുള്ള നിലക്ക് അയാൾ ബോധ്യപ്പെട്ടല്ലേ, അയാൾ എന്ത് ചെയ്യും? ഏറ്റവും ചുരുങ്ങിയത് ഒരു മോനെയോ ഒരു മോളോ എങ്കിലും വിളിച്ചിട്ട്, അല്ലെ എല്ലാരെയും വിളിച്ചിട്ട്, ബാപ്പ ഈ 19 കൊല്ലായിട്ട് നിങ്ങൾക്ക് വേണ്ടി ഒരു നിധി നമ്മുടെ പറമ്പിന്റെ വടക്കേ ഭാഗത്ത് അല്ലെ തെക്കേ ഭാഗത്ത് ആ മുലയിലെ മാവിന്റെ ചുവട്ടിൽ കുഴിച്ചിട്ടിട്ടുണ്ട് മക്കളെ, ഒരു വലിയ മൺകുടത്തിലുണ്ട്, നിങ്ങൾ എടുത്തോളി എന്ന് ആ ബാപ്പ പറയും. നേരെ മറിച്ച് ആ ബാപ്പ പറഞ്ഞില്ല. മൂത്ത മോനെ കടണ്ടായിരുന്നു, ഓനാ പറമ്പെല്ലാം കൂടി വിറ്റത് വേറൊരാക്ക. അയാൾ ആ മാവ് മുറിച്ചപ്പായത് കിട്ടുകയും ചെയ്ത്. ഇപ്പൊ ബാപ്പാന്റെ സമ്പാദ്യം മക്കൾക്ക് കിട്ടിയോ? കിട്ടിയില്ല. അതുകൊണ്ട് ബാപ്പ ചെയ്തതെന്താ? പറഞ്ഞില്ലെങ്കിൽ ബാപ്പ ചെയ്തതെന്താ? വലിയൊരു തെറ്റാ. കാരണം മക്കൾക്ക് വേണ്ടിയാണ്. ആ സ്ഥലം വാങ്ങാൻ വന്നോന് കിട്ടാനല്ല. മനസ്സിലായി? എല്ലാവർക്കും മനസ്സിലായോ? അപ്പൊ നിങ്ങൾ ചോദിക്കും, ഈ ഉദാഹരണം എന്തിനാ പറഞ്ഞത്? കേട്ടോളി. നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കപ്പലിൽ, ഫിർഖത്തുൻ നാജിയാകുന്ന കപ്പലിൽ കുറച്ച് ആളുകൾ കയറിയല്ലോ. റബ്ബി ഗ്ഫിർ ലീ വലിവാലിദയ്യ വലിമൻ ദഖല ബൈതിയ മുഅ്മിനൻ വലിൽമുഅ്മിനീന വൽമുഅ്മിനാത്ത്. അല്ലാഹുവേ, ഈ കപ്പലിൽ കയറിയ മുഅ്മിനുകളെ മുഅ്മിനാത്തുകളെ അവർക്കൊക്കെ നീ പുറത്തു കൊടുക്കണം. വസ്തവതഅലൽ ജൂദി പർവ്വതത്തിൽ ആ കപ്പൽ വന്നു. നിങ്ങൾ ചിന്തിക്കാൻ വേണ്ടി പറയുന്നത്, നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ഈ ലോകത്തോട് വിട പറയുമ്പോൾ തൗഹീദിൽ ഉൾപ്പെട്ട കാര്യമാണ് ഞാൻ ഇനി പറയുന്നതെങ്കിൽ, അതായത് സമസ്തയുടെ വിശ്വാസം അല്ലാഹ് പഠിപ്പിച്ച തൗഹീദിൽ പെട്ടതാണെങ്കിൽ നൂഹ് നബി എങ്ങനെ മരിക്കാൻ അറിയങ്ങള്? നൂഹ് നബി എങ്ങനെ മരിക്കാറിയോ? നൂഹ് വെറുതെ വരി അതെ, ഞാനിപ്പം മരിക്കാൻ പോവാണ്, എന്റെ മരണശേഷം എനിക്കൊരു ഖബറുണ്ടാവും, ഒരു സംശയമില്ലല്ലോ. നിങ്ങളത് കെട്ടിപ്പൊന്തിക്കണം, നിങ്ങളത് കെട്ടിപ്പൊന്തിച്ച് അവിടെ പച്ച മൂടണം. തീർന്നില്ല. നിങ്ങൾ എന്ത് ചെയ്യണം? എന്നെ നിങ്ങൾക്ക് വിളിക്കാം. ആപൽ ഘട്ടങ്ങളിലും പ്രതിസന്ധി ഘട്ടങ്ങളിലും ഉലുൽ അസ്മിന്റെ പ്രവാചകനിൽപ്പെട്ട എന്നെ നിങ്ങൾക്ക് വിളിക്കാം. പക്ഷെ വിളിക്കുമ്പോൾ ഒരു പ്രശ്നമുണ്ട്. അതെന്താ? ഇലാഹാണ് എന്ന വിശ്വാസത്തോടെ നിങ്ങൾ എന്നെ വിളിക്കാൻ പാടില്ല. അല്ലാഹ് എനിക്ക് നൽകുന്ന കഴിവുകൊണ്ട് എനിക്ക് സഹായിക്കാൻ പറ്റും എന്ന വിശ്വാസത്തോടെ നിങ്ങൾക്ക് എന്നെ വിളിക്കാം, അതുകൊണ്ട് കുഴപ്പമില്ല, അത് തൗഹീദിൽപ്പെട്ടതാണ് എന്നൊരു വാചകം 950 വർഷത്തിനിടയിൽ ഒരിക്കൽ പോലും മുസ്ലിയാക്കന്മാര് പറയുന്ന പോലെ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം എന്തുകൊണ്ട് പറഞ്ഞില്ല? ഉറക്കം കെടുത്തുന്ന ചോദ്യം കേട്ടോ. ഉറക്കം ഇത് ഈമാന്റെ ഒരു തരിമ്പുള്ള ഒരു ഉസ്താദിന് ഈ ചോദ്യം കേട്ടോ ഉറങ്ങാൻ കഴിയോ? എന്താ ചോദ്യം? നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം മരിക്കുമ്പോ സ്വാഭാവികമായിട്ട് നമ്മുടെ വിഷയം എന്താ? മരണപ്പെട്ട അമ്പിയാ ഔലിയാക്കളോട് തേടാമോ? അതാണോ തൗഹീദ്? അതിലാണോ നിർഭയത്വം? ഇതാണ് നമ്മുടെ ചോദ്യം. അങ്ങനെയാണെങ്കിൽ ഒരു നബിയും എന്തേ ആ വിഷയം പറയാതെ പോയത്? ശരിക്കും നിങ്ങൾ ആലോചിച്ചു, ഒരു ആ വലിയ മരിച്ച് കബറിലെത്തിയ അയാൾക്ക് എല്ലാ കഴിവുണ്ടെങ്കിൽ അയാൾ ശരിക്കും എന്ത് വേണം? ഒരുപാട് കഷ്ടം. അതായത് അള്ളാനെ കുറെ ആൾ വിളിക്കുന്നുണ്ട്, അവർക്കൊക്കെ അള്ളാഹ് പരിഹരിച്ചെടുത്തോട്ടെ. കുറച്ചൊക്കെ നമ്മൾ വരെയും വിളിക്കുക, ഒരു കുറച്ച് കാര്യം നമുക്ക് നേടി തന്നോട്ടെ. പട്ടിക്കാട്ടുകാർക്ക് CM മടവൂരും, ആ ബഗ്ദാദിലുള്ളവർക്ക് മൊയ്തീൻ ഷെയ്ഖും, അപ്പുറത്തുള്ളവർക്ക് റിഫായി ഷെയ്ഖും, അങ്ങനെ അള്ളാഹ് കുറെ ആളുകളെ ഈ ഉത്തരവാദിത്തം ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ എന്ത് രസമുണ്ട്. നിങ്ങൾ ആരെങ്കിലും എന്റെ ബാലുശ്ശേരിയിലെ സൂപ്പർ മാർക്കറ്റിൽ വന്നാണോ സാധനം വാങ്ങുക? അല്ല, നിങ്ങളെ തൊട്ടടുത്ത് സൂപ്പർ മാർക്കറ്റ് ഉണ്ട്. ഇവിടെയാണ് പ്രവാചകന്മാർ, ലോകത്തേതെങ്കിലും ഒരു പ്രവാചകൻ, ഖുർആനിൽ പേര് പരാമർശിക്കപ്പെട്ട ഏതെങ്കിലും ഒരു പ്രവാചകൻ, ഏതെങ്കിലും ഒരു വലിയ, അവരുടെ മരണത്തോടനുബന്ധിച്ച് അവർ ജനങ്ങളെ എങ്ങനെ പഠിപ്പിച്ചോ? ഞാൻ മരിക്കും കേട്ടോ, ഞാൻ മരിച്ചെങ്ങളെന്ന് വിചാരിക്കരുത്, നായിനെ കുഴിച്ചിടുന്ന മാതിരി കുഴിച്ചിട്ട്, ഇതൊക്കെ ഇവിടെ പറയുന്ന പരാമർശങ്ങളാ. നിങ്ങളിങ്ങ് പോരരുത്. കാരണം എനിക്ക് കബറിലെത്തിയാലാണ് ഡ്യൂട്ടി കൂടുതൽ. ജീവിതകാലത്ത് എനിക്ക് വലിയ ഡ്യൂട്ടി ഒന്നുമില്ല. കാരണം ജീവിതകാലത്ത് CM ഒരു ഫ്ലൈറ്റ് പിടിച്ച് വെച്ച് നമ്മളാരും കേട്ടിട്ടില്ല ഉണ്ടോ? പക്ഷെ മരിച്ചതിന് ശേഷം മൂപ്പര എല്ലാ ഫ്ലൈറ്റ് മൂപ്പരല്ല നിയന്ത്രിക്കുന്നത്. റെയിൽവേ സ്റ്റേഷനിലെ ട്രെയിനൊക്കെ മൂപ്പര നിയന്ത്രിക്കുന്നത്. ഈ അണ്ടഘടകം മുഴുവൻ ആരാ നിയന്ത്രിക്കുന്നത്? CM മടവൂരാണ്. അതാര് പറഞ്ഞ? കാന്തപുര ഉസ്താദ് പറഞ്ഞ. വിനീതപൂർവ്വം, വിനയപൂർവ്വം, ആദരപൂർവ്വം, ഒട്ടും റെസ്പെക്ട് കുറയാതെ. അപ്പോ ശരിക്കും മനസ്സിലാക്കാൻ വേണ്ടിയാണ് പറയുന്നത്. ഇനി നമുക്ക് ചിന്തിക്കാൻ വേണ്ടിയ ഓരോ പോയിന്റും ചിന്തിക്കാൻ വേണ്ടി പറയുന്നത്. എന്റെ ഹൃദയമിടിപ്പ്, ഈ പോയിന്റ് ഒക്കെ നിങ്ങൾ ചിന്തിക്കണം. എന്റെ ഹൃദയമിടിപ്പ് ഇവിടുന്ന് നിലച്ച് ഞാൻ ഇവിടെ വീണാൽ അതിന്റെ അർത്ഥം എന്താ? എന്റെ ഹൃദയമിടിപ്പിനെ ഒറിജിനാലിറ്റിയിലേക്ക് നിലനിർത്തുന്നതിൽ ഞാൻ പരാജയപ്പെട്ടിട്ടുണ്ട്. നേരെ മറിച്ച് 72, ഒരു മിനിറ്റിൽ 72 വേണം ഇടിക്കുന്ന ഹൃദയം. ആ ഹൃദയം 62ലേക്ക് എത്തുന്നു, മിടിപ്പ് കുറയുന്നു. അത് 52-ലെത്തുന്നു, 42-ലെത്തുന്നു, 32-ലും 22-ലും 12-ലും എത്തുന്നു. അവസാനം അത് 2-ലെത്തുന്നു. ആ മിടിപ്പ് പൂർണ്ണമായി അവസാനിക്കുന്നു, മരണം ഉറപ്പു വരുത്തുന്നു. സമ്മതിച്ചല്ലോ? ഇങ്ങനെ മരിച്ച ആളാണ് 91-ൽ CM മടവൂര്. ഇനി എന്റെ ചോദ്യം എന്താ അറിയാം? തലച്ചോറുള്ളവരോടൊക്കെ ഉള്ളൊരു ചോദ്യം. CM മടവൂര് ജീവിതത്തിൽ അദ്ദേഹത്തിന്റെ ഹൃദയമിടിപ്പ് ഡൗണായി വന്നപ്പോ 2-ൽ നിന്ന് 3-ലേക്കും 3-ൽ നിന്ന് 10-ലേക്കും 10-ൽ നിന്ന് 20-ലേക്കും അതിനെ ഉയർത്തിക്കൊണ്ടുവരാൻ സാധ്യമാകുമായിരുന്നെങ്കിൽ അദ്ദേഹം മരണത്തിന് വിധേയാവോ?
എന്തിനാ വെന്റിലേറ്റർ? മനുഷ്യരെ അപ്പൊ ഞാനിത് ഇങ്ങനെയൊക്കെ പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും ശരിയാണല്ലോ, അപ്പൊ ഇത്രയും വലിയ പൊട്ടന്മാരാണോ സമസ്ത? ആണ്. മാനവ ചരിത്രത്തിൽ ആദം നബിയുടെ സന്താന പരമ്പരകളിൽ ബുദ്ധി ഏറ്റവും കുറവുള്ള സമൂഹം. നിങ്ങൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും എന്റെ ബോധ്യത്തെ കുറിച്ചാണ് ഞാൻ പറയുന്നത്, എന്റെ ഉത്തമ ബോധ്യത്തെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. എന്തുകൊണ്ടാണ്? ഇപ്പൊ നിങ്ങൾ നോക്കൂ, അദ്ദേഹത്തിന് കണ്ണിന്റെ കാഴ്ച പോയിരുന്നു. സീമടപൂരിന് കാലിന് പഴുപ്പ് ബാധിച്ച് അങ്ങേയറ്റം, അദ്ദേഹത്തിന്റെ ചെവി പഴുത്ത് അത് അങ്ങേയറ്റം ചലവും നീര് വലിച്ചിരുന്നു. എന്റെ ചോദ്യത്തിലേ ഉള്ളൂ, സ്വന്തം കാതിൽ പഴുപ്പ് ബാധിച്ചിട്ട് ആ രോഗാണുവിനെ നിയന്ത്രിക്കാനാകാതെ മരിച്ച ഒരാള്. ഒന്നുകൂടി എല്ലാവരും സ്ത്രീകളൊക്കെ ഒന്ന് കൊണ്ടുപോയിട്ടോ, ഈ പിടിച്ചോ ഇത്ര വലിപ്പമാണ് നമ്മുടെ ഹൃദയത്തിന് ഉണ്ടാകുക. അതായത് എന്റെ ഈ കൈയുടെ വലിപ്പം ഏതോ അത്രേ എന്റെ ഹൃദയം ഉണ്ടാവും. വേറൊരാളെ കൈ ഇത്ര ഉണ്ടെന്ന് വിചാരിച്ചോ, ഒരു കൈ തന്നെ പിടിക്കുമ്പോൾ അയാൾ ഇത്ര ഉണ്ട പോലത്തെ കൈയാണ്, എങ്കിൽ അയാളുടെ ഹൃദയവും അത്ര വലിപ്പം ഉണ്ടാവും. അപ്പൊ സീമടപൂരിന്റെ ഹൃദയം എത്ര വലിപ്പമുണ്ട് നിങ്ങൾ വിചാരിച്ചോ? ആ ഇത്ര വലിപ്പമുള്ള ഒരു കൈവട്ടേക്ക് വലിപ്പമുള്ള ഹൃദയത്തെ നിയന്ത്രിക്കാൻ പറ്റാത്തത് കൊണ്ട് മരിച്ച സിയമാണ് 13.5 ലക്ഷം ഭൂമി ഒതുക്കി വെക്കാൻ വ്യാപ്തിയുള്ള സൂര്യനെ കബറിൽ കിടന്ന്. അല്ല ഏറ്റവും രസം എന്താ അറിയോ? ആയത്തുൽ കുർസി ഓതുമ്പോ നമ്മളെന്താ പറയാ? ആയത്തുൽ കുർസി ഓതുമ്പോ അള്ളാഹു അർശിൽ ഇരുന്ന് ലോകത്തെ നിയന്ത്രിക്കുന്നു. നമ്മള് ഒരിക്കലും മരിക്കാത്ത റബ്ബ് ഈ പ്രപഞ്ചത്തെ നിയന്ത്രിക്കുന്നു. ഇനി ഒന്നുകൂടി ചിന്തിക്കുക, സീമടവൂരും മരിച്ചാലും കബറിലെത്തിയാലും ലോകത്തെ നിയന്ത്രിക്കാൻ പറ്റുമെങ്കിൽ അള്ളാഹുവിനാണോ പ്രതാപം സീമടവൂരിനാണോ? ചിന്തിക്ക്. ഒരു ഉദാഹരണം, ഒരാള് നല്ല ആരോഗ്യവാനായി വണ്ടി ഓടിക്കുന്നു, നല്ല എക്സ്പെർട്ടാണ് അയാൾ, ഉറങ്ങൂല, വേറൊന്നുമില്ല, ഒരു അപജയമില്ല, ഒന്നുമില്ല, നല്ല ആരോഗ്യ, നല്ല കാഴ്ചയാണ്, എല്ലാം. അയാൾ സൂപ്പറായിട്ട് വണ്ടി ഓടിക്കും. ജീവിച്ചുകൊണ്ട് തന്നെ, ഉറങ്ങാതെ തന്നെ സീറ്റിലിരുന്ന് നല്ല ഉണർച്ചയിൽ അയാൾ വണ്ടി ഓടിക്കും രാത്രി. അപ്പൊ വേറൊരാൾ വന്നിട്ട് പറയാണ്, എന്റെ ബാപ്പ കൂർക്കം വലിച്ചുറങ്ങുമ്പോ ഈ പിന്നെ ഉള്ള ചുരത്ത് കൂടി ഒരു തെറ്റാതെ ഡ്രൈവ് ചെയ്യൂ. ചിന്തിക്കാൻ വേണ്ടിയാണേ. തലച്ചോറില്ലെങ്കിൽ പ്രശ്നമില്ല, തലച്ചോറില്ലെങ്കിൽ വിഷയമല്ല, തലച്ചോറിലുള്ളവരുടെ പറയുന്നത്. അപ്പൊ ഒരു ഭാഗത്ത് എന്താ പറയുന്നത്? എല്ലാ ആരോഗ്യത്തോടെയും ജീവനോടെയും ഒരാൾ വണ്ടി ഓടിക്കും. വേറൊരാൾ വന്നിട്ട് പറയാണ്, എന്റെ അപ്പക്ക് ഒന്നും ആവശ്യമില്ല, എന്റെ അപ്പ ഉറങ്ങിക്കൊണ്ട് ഉറക്ക ഗുളിക കൊടുത്തുറക്കിയാൽ പോലും എന്റെ അപ്പ കറക്റ്റ് ആയിട്ട് കാർ ഓടിക്കും. അപ്പൊ ഉപ്പാക്കാണോ ശ്രേഷ്ഠത കൂടുതൽ ആരോഗ്യത്തോടുകൂടി വണ്ടി ഓടിക്കുന്ന ആള്? സമസ്തയുടെ വിശ്വാസപ്രകാരം അല്ല ലോക്കലും സിഎം മടവൂരും ബെറ്ററാണ്. കാരണം കബറിൽ കിടന്നിട്ടാണ് അണ്ടകടാകം നിയന്ത്രിക്കുന്നത്. ചിന്തിക്കണം. നമ്മുടെ സഹോദരിമാരൊക്കെ ആലോചിക്കാറുണ്ടോ? അതൊക്കെ സഹോദരിമാരെ നിങ്ങളിതൊക്കെ കേൾക്കുമ്പോൾ ആലോചിക്കാറുണ്ടോ? അവിടെയാണ് ഞാൻ നിങ്ങളോട് വീണ്ടും പറയുന്നത്, നമുക്ക് ചിന്തിക്കാൻ. നിർഭയത്വത്തിൻ്റെതാണ് നമ്മുടെ വിഷയം. മൂസാ നബി അലൈഹിസ്സലാം, കലീമുല്ലാഹി മൂസ അലൈഹിസ്സലാത്തു വസ്സലാം. ഈ കലീമുല്ലാഹി മൂസ അലൈഹിസ്സലാമിന്റെ നല്ല ആരോഗ്യമുള്ള മനുഷ്യനായിരുന്നു അദ്ദേഹം. അള്ളാഹുവിന്റെ ദൂതനാണ്, ഉലുൽ പ്രവാചകന്മാരാണ്, 5 പ്രവാചകന്മാരിൽ ഒരാളാണ്. ഫിറൗൻ, അധുനാധുന സംവിധാനമുള്ള ഫിറൗൻ. അധുനാധുനം എന്ന് പറഞ്ഞാൽ അന്ന് ഫിറൗന്റെ കാലത്ത് ഏറ്റവും ആധുനികമാണ്, ഏറ്റവും ആധുനികതയിലാണ് ഫിറൗൻ ജീവിക്കുന്നത്. ഫിറൗനിന്റെ സൈന്യം എല്ലാ ആയുധവും ഉണ്ട്. മൂസാ നബി അലൈഹി ഇസ്ലാമോ ഒന്നുമില്ല, കുറച്ച് വിശ്വാസികളാണ് അദ്ദേഹത്തിന്റെ കൂടെ ഉള്ളത്. ചെങ്കടലിന്റെ തൊട്ടടുത്ത് വരും. ഓരോന്നും ഖുർആനിലെ പോയിന്റാണ്. വിശുദ്ധ ഖുർആനിലെ 26-ാം അധ്യായം 23 മുതൽ 60 വരെ ഞാൻ ആയത്തുനിന്ന് വായിച്ചിട്ടാ വരുന്നത്. ആ മനോഹരമാണ്, വളരെ മനോഹരമാണ്, വളരെ ഗംഭീരമാണ്. മൂസാ നബി ഫിറൗനെ അള്ളാഹനെ പഠിപ്പിച്ചു കൊടുക്കുന്നു. ഫിറൗൻ ചോദിക്കുന്നു, പിന്നെ ഫമൻ റബ്ബുക്കുമാ യാ മൂസ, നിങ്ങൾ രണ്ടുപേരും പറയുന്ന ഈ റബ്ബ് ആരാ മൂസ? അതിന്റെ അർത്ഥം എന്താ? അതിന്റെ അർത്ഥം നിങ്ങൾക്ക് ആർക്കെങ്കിലും മനസ്സിലായോ? മൂസാ നബി ഒരിക്കലും രാജാവിന്റെ അടുത്ത് പോയിട്ട് എനിക്ക് 300 കുട്ടികളുണ്ട്, കോളേജ് വെച്ച് തരാൻ സീറ്റ് വേണമെന്ന് കാന്തപുരം പ്രധാനമന്ത്രിയുടെ അടുത്ത് പോകുന്ന പോലെ പോയ ഒരാള് നബിമാരിൽ ഇല്ലേ ഇല്ല. ദുനിയാവിന്റെ ഓഫർ തേടി രാജാക്കന്മാരെ സമീപിച്ച ഒരൊറ്റ നബിയും ആകാശത്തിന്റെ ചുവട്ടിൽ ഉണ്ടായിട്ടേയില്ല. നമ്രൂദിന്റെ കൊട്ടാരത്തിൽ റബ്ബിനെ പരിചയപ്പെടുത്താൻ ഇബ്രാഹിം നബി പോയത്. ഫിറൗനിന്റെ കൊട്ടാരത്തിൽ മൂസാ നബി പോയതോ 20-ാം അധ്യായം സൂറത്ത് ത്വാഹ 49-50. ഫമൻ റബ്ബുക്കുമാ യാ മൂസാ റബ്ബുനല്ലദീ ആതാ കുല്ല ശൈഇൻ ഖൽഖഹു സുമ്മ ഹദാ. ചിന്തിച്ചു നോക്ക്. റബ്ബിനെ പറ്റിയാണ് പരിചയപ്പെടുത്തുന്നത്, റബ്ബിനെയാണ് പരിചയപ്പെടുത്തേണ്ടതും. വമൻ അഹ്സനു ഖൗലൻ മിമ്മൻ ദആ ഇലല്ലാഹ് ആണ് മാതൃക. ഇനി നിങ്ങൾ നോക്കൂ, മൂസാ അലൈഹിസ്സലാത്തു വസ്സലാം. ചിന്തിക്കുന്നവരുടെ ഖൽബിനോടാണ് ഞാൻ സംവദിക്കുന്നത്. മൂസാ നബിന്റെ കൂടെയുള്ള ആരാ? സൂറത്ത് ശുറാ പറയാണ്, ആ സ്വഹാബികള്, മൂസാ നബി അലൈഹി ഇസ്ലാമിന്റെ സ്വഹാബികള്. അവര് പറഞ്ഞ വാചകം എന്താ? പിടിക്കപ്പെട്ടത് തന്നെ മൂസ. അതായത് ഇങ്ങനെ ഏന്തിയാല്, ഫിറൗനും കൂട്ടർ ഇങ്ങനെ ഏന്തിയാല് അവരെ പിടിക്കാം. അത്ര
അത്രയെടുത്ത്, അതുകൊണ്ട് തന്നെ ദുർബലം എന്ന നിലയിൽ മൂസാ നബിയുടെ കൂടെയുള്ള ആളുകളുടെ വിശ്വാസം, മൂസാ നബിയുടെ വിശ്വാസം രണ്ടും രണ്ട് നിലവാരത്തിൽ നിൽക്കുകയാണ്. ശരിക്കും മനസ്സിലായിക്കോളെ, മുജാഹിദായ എല്ലാവരും ഈമാനും ഒരേ നിലവാരത്തിൽ കിട്ടില്ല. അതുകൊണ്ടാണ് പറയുന്നത് മൂസാ നബിയുടെ ഈമാൻ ഉയർന്നു നിൽക്കുന്നു, അദ്ദേഹത്തിന്റെ സ്വഹാബത്തിന്റെ താഴെ നിൽക്കുന്നു. അബൂബക്കർ സിദ്ദീഖിന്റെ ദൗർബോയിൽ താഴ്ന്നു നിൽക്കുന്നു, മുഹമ്മദ് നബിയുടെ മേലെ നിൽക്കുന്നു. അല്ലേ ആലോചിച്ചോക്ക്, ഇബ്രാഹിം നബിയുടെ മേലെ നിൽക്കുന്നു, ബാക്കിയുള്ളവരുടെ താഴെ നിൽക്കുന്നു. എന്താ കാരണം? ശരിക്കും ചിന്തിക്കാൻ വേണ്ടിയാ പറയുന്നത്. മൂസാ നബി അലൈഹി ഇസ്ലാമിന്റെ അനുയായികൾ എന്താ പറയുന്നത്? പിടിക്കപ്പെട്ടത് തന്നെ മൂസ. ശരി, ഈ രംഗം സൂറത്ത് ശുറായിൽ പറയാം. 23 മുതൽ തുടർന്നുള്ള വാചകം 9:60 വരെ നിങ്ങൾ വായിച്ചോളി, അവിടെ കിട്ടും. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം, ശരിക്കും നമ്മൾ സമസ്തക്കാരെ, മൂസാ നബി ഒരു സമസ്തക്കാരനാണെന്ന് വിചാരിക്കും. കാര്യം എളുപ്പത്തിൽ പഠിപ്പിക്കാൻ വേണ്ടിയാണല്ലോ. മൂസാ നബിന്റെ കയ്യിൽ വടിയുണ്ട്. ശരിക്കും മൂസാ നബി ഇത് കേട്ടാ എന്താ വേണ്ടത്? സ്വഹാബത്ത് പറയാണ് പിടിക്കപ്പെട്ടതിന്. മൂസാ നബി എന്താ പറയണ്ടേ? ആ വടി ഇങ്ങനെ ചൂണ്ടിക്കാണിച്ചിട്ട്, ഈ വടിയുള്ള കാലത്തോ നിങ്ങൾ പിടിക്കേണ്ടത് ഞാൻ ഇപ്പൊ കാണിച്ചുതരാം കേട്ടോ, നിങ്ങൾ നോക്കി നിൽക്കാൻ ഞാൻ അത്ഭുതം കാണിച്ചുതരാം എന്നാണോ മൂസാ അലൈഹി സ്വലാം പറഞ്ഞത്? അല്ല, പിന്നെന്താ പറഞ്ഞത്? ഞാൻ ചോദിക്കുന്നത്, മൂസാ നബിയുടെ ഹൃദയത്തിൽ സ്നേഹിക്കുന്ന സമസ്തക്കാരുണ്ടോ? എനിക്ക് വിശ്വാസമില്ല. ഞാൻ ചോദിക്കണുണ്ടോ? മൂസാ നബി എന്ന പ്രവാചകനെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ? നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടോ? മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ അള്ളാഹ് ഖുർആനിൽ പരിചയപ്പെടുത്തിയ പോലെ നിങ്ങളുടെ ഉസ്താദുമാർ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തന്നിട്ടുണ്ടോ? ഇതൊക്കെ ചോദ്യാട്ടോ, ഇതൊക്കെ നിങ്ങൾ ഉത്തരം കണ്ടെത്തിയാൽ മതി. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം എന്തു പറയുന്നു എന്നതാണല്ലോ നമ്മുടെ മാതൃക. നബിമാരുടെ അനുയായികൾ ചിലപ്പോൾ തെറ്റ് പറഞ്ഞേക്കാം, അതവർ തിരുത്തി കൊടുക്കും, ഉറപ്പാണല്ലോ. ആണ്. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞെന്താ? ഖാല ഇന്ന മഅിയ റബ്ബി സയഹ്ദീൻ. എന്റെ റബ്ബ് എന്റെ കൂടെയുണ്ട്. എന്റെ വടി എന്റെ കൂടെ ഉണ്ട് എന്നല്ല, എന്റെ വടി എന്റെ കൂടെ ഉണ്ട് എന്നാണെങ്കിൽ നമുക്ക് പറയായിരുന്നു, അത് എന്നെയാ പ്രധാനം. പക്ഷെ എന്റെ റബ്ബ് എന്റെ കൂടെയുണ്ട്, അവൻ എനിക്കൊരു മാർഗം കാണിച്ചു തരും. അപ്പൊ ആ മാർഗം ആർക്കറിയില്ല? മൂസാ അലൈഹി ഇസ്ലാമിന് അറിയില്ല. അപ്പൊ അല്ലാഹ് പറയാണ്, വഹീ നൽകുകയാണ്. അതിന്റെ തൊട്ടതായ പറയാണ്, വഹീ നൽകുകയാണ്. സൂറത്ത് ശുറാണ്. മൂസാ വടി കൊണ്ടൊന്ന് അടിച്ചോ. അപ്പൊ ചെങ്കടൽ പിളർന്നു. അപ്പൊ മൂസാ നബിന്റെ കയ്യിൽ വടിയുണ്ട് എന്നുള്ളത് കൊണ്ട് വിചാരിക്കുമ്പോഴൊക്കെ അത്ഭുതം കാണിക്കാൻ കഴിയുക എന്നത് സാധ്യമേ അല്ല, അത് പ്രമാണം കൊണ്ട് സ്ഥിരപ്പെട്ടതുമല്ല. ശരിക്കും ഓർത്തുകൊള്ളണം, ചിന്തിച്ചു കൊള്ളണം. ഇവിടെയാണ് ഞാൻ എന്റെ പോയിന്റ് അവതരിപ്പിക്കുന്നത്. മൂസാ നബിയുടെ അനുയായികൾ പേടിച്ചു. കാരണം ആ പോയിന്റ് അസാമാന്യമായി നമ്മൾ ചിന്തിക്കേണ്ട പോയിന്റാണ്. 1 മിനിറ്റ് മുമ്പ്, അതായത് ചെങ്കടൽ പിളരുന്നതിന്റെ 1 മിനിറ്റ് മുമ്പ് മൂസാ നബി അലൈഹി ഇസ്ലാമിന്റെ കൂടെയുള്ളവരുടെ വിശ്വാസം എന്താ? പിടിക്കപ്പെട്ടു, ജീവിതം ഇവിടെ അവസാനിക്കുക. ഇനി മുന്നോട്ടൊരു ജീവിതം ഇല്ല. എന്നാ ഫിറൗനിന്റെയും കൂട്ടരുടെയും മനസ്സിൽ എന്താ ഉള്ളത്? എന്നെ ചോദ്യം ചെയ്ത മൂസ ഇവിടെ അവസാനിക്കുന്നു, അദ്ദേഹത്തിന്റെ അനുയായികളോട് അവസാനിക്കുന്നു. ഇനി അറമാദിച്ച് തോന്നിയ പോലെ ഇനി ജീവിതം അടിച്ചു പൊളിക്കാന്ന് വിചാരിച്ച ആളുകളാണ് ആര്? 1 മിനിറ്റ് മുമ്പ് ഫിറൗനും കൂട്ടരും. എന്നിട്ട് എന്തേ സംഭവിച്ച്? എന്റെ റബ്ബന്റെ കൂടെയുണ്ടെന്നും ഞാൻ ഭയപ്പെടുന്നില്ലെന്നും എന്റെ റബ്ബനിക്കൊരു മാർഗം കാണിച്ചു തരുമെന്നും വിചാരിച്ച മൂസാ നബി രക്ഷപ്പെടുകയാണോ ചെയ്തത്? ശിക്ഷിക്കപ്പെടുകയാണോ? ഇനി പറ, മൂസ എന്ന് പേരുണ്ടായിട്ട് കാര്യമുണ്ടോ? നാട്ടിക മൂസ മുസ്ലിയാറിന് പേരുണ്ടായിട്ട് കാര്യമുണ്ടോ? മൂസാ നബിയുടെ അഖീദ ഉണ്ടാവണ്ടേ? നിങ്ങൾ ആലോചിച്ച് നോക്കിയേ. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ അപ്പൊ നിങ്ങൾ നോക്കൂ, 1 മിനിറ്റ് കൊണ്ട് ജീവിതം അവസാനിക്കും എന്ന് വിചാരിച്ചവരുടെ ജീവിതം തുടങ്ങുകയും 1 മിനിറ്റ് കൊണ്ട് ജീവിതം അറമാദിക്കാമെന്ന് വിചാരിച്ചവരുടെ ജീവിതം ആ ചെങ്കടലിൽ അവസാനിക്കുകയും ചെയ്തു. എപ്പോ? അള്ളാഹുവിനെ പൂർണ്ണമായി ഹൃദയത്തിൽ പ്രതിഷ്ഠിച്ച് ഒരു ഭയപ്പാടും. ഇത്രയൊക്കെ സൈന്യം വന്നിട്ടും മൂസാ നബി പദവിയോ? അതുകൊണ്ട് സംഘപരിവാരം ഇന്ത്യയിൽ ഇനി 1000 വട്ടം വന്നാലും ഒരു മുസൽമാന്റെ ഹൃദയം ഭയപ്പെടില്ല. ഗുഹയിലെ ആ ഗുഹാമുഖത്ത് 2 ഭാഗം ഓപ്പണാ. മൂസാ മഹാനായ പ്രവാചക തിരുമേനിയും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു ഗുഹന്റെ ഉള്ളിൽ. ഇങ്ങോട്ട് നോക്കിക്കോളെ, സ്റ്റേജിലേക്ക് നോക്ക്, ഇവിടെ നോക്കിക്കോ. അബൂബക്കർ സിദ്ദീഖിന്റെ ശ്വാസം ശത്രു ഗുഹയുടെ ഇവിടെ നിൽക്കണേ എന്ന് പറയുമ്പോ അവരെ രോമത്തിൽ ഇദ്ദേഹത്തിന്റെ മൂക്കുന്നുള്ള ശ്വാസം തട്ടുന്നുണ്ട്. എന്നുള്ള ആ തട്ടുന്ന ശ്വാസം ഇവിടുന്ന് കുഞ്ഞാല് അബൂബക്കർ സിദ്ദീഖിനെയും റസൂലിനെയും കാണാം. ഇനി ഞാൻ പറയുന്ന പോയിന്റ് ചിന്തിക്കണം. സ്വർഗത്തിന്റെ 8 വാതിലുകളിലൂടെ കടന്നു പോകാൻ വിധിക്കപ്പെട്ട ആളാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. സൂറത്ത് റഅദ് 13-ാം അധ്യായം 21 മുതൽ 26 വരെയുള്ള വചനം.
അതിന്റെ തഫ്സീറുകളിലൊക്കെ കാണാം, വിശദാംശങ്ങളിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വാചകത്തിൽ കാണാം, സ്വർഗത്തിന്റെ 8 വാതിലുകളിലൂടെ കടന്നു പോകുന്ന അബൂബക്കർ സിദ്ദീഖ്. ആ അബൂബക്കർ സിദ്ദീഖിന് പോലും എന്താ കാരണം? തൊട്ടടുത്ത് നിൽക്കുക, ഒന്നിങ്ങനെ കുനിഞ്ഞാ മതി. കാരണം ഒരു രക്ഷയില്ലാത്ത പ്രതിസന്ധി. ആ പ്രതിസന്ധിയിൽ ഇങ്ങനെ നിൽക്കുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹൃദയമിടിപ്പും, ഈ പറയുന്ന പോയിന്റ് ശരിക്കും ശ്രദ്ധിക്കുക, അബൂബക്കർ സിദ്ദീഖ് അള്ളാന്റെ ഹൃദയമിടിപ്പും നബിയുടേത് നോർമലാണ്, ടോട്ടലി നോർമലാണ്. അബൂബക്കർ സിദ്ദീഖിന് നബിയോടുള്ള സ്നേഹത്താൽ പെടക്കിയാണ്. ഒന്ന് കുനിഞ്ഞാൽ നബീനോട് കൊല്ലും സല്ലല്ലാഹു അലൈഹി വസല്ലം. സ്നേഹാണ്, ശരിക്കും ചിന്തിക്കാൻ വേണ്ടി പറയാം. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താ പറയുന്നത്? എന്താണ് അബൂബക്കറെ, എന്താ അബൂബക്കറെ നിന്റെ കഥ? അബൂബക്കറെ, നീ ഞാനും മാത്രമല്ല ഇവിടെ ഉള്ളത്, നമ്മളോടൊപ്പം നമ്മുടെ റബ്ബുണ്ട്. ഞാൻ ചോദിക്കുന്നത്, സമസ്ത എന്താ പറയല്? നമ്മളോടൊപ്പം സിയമടവൂരുണ്ട്. ഈ സദസ്സിൽ ഇപ്പൊ കണ്ടില്ലേ, കഴിഞ്ഞ കേരള യാത്ര നടത്തിയപ്പോ എന്താ പറഞ്ഞേ? ഇവിടെ അമ്പിയാക്കളോ ഉലിയാക്കളോ സദസ്സിലുണ്ട്, അല്ല നമ്മളോടൊപ്പം ഉണ്ട് എന്ന് പറയുന്ന ഒരവസ്ഥ സമസ്തക്കില്ല. ഞാൻ ഇന്ന് വരെ കേട്ടിട്ടില്ല. ഈ സാധാരണ പകരാക്സനി എന്ന് പറഞ്ഞ ഒരാളില്ലേ, ചാലിയത്ത്, അദ്ദേഹത്തിന്റെ ദർസിന്റെ മുറ്റത്ത് പോയിട്ട് ഞാൻ പ്രസംഗിച്ചപ്പോൾ ഞാൻ ചോദിച്ചു, അള്ളാനെ പറ്റി 1 മിനിറ്റ് പകരാക്സനി പ്രസംഗിച്ചിട്ടുണ്ടോ ജീവിതത്തിൽ? എത്ര വയസ്സുണ്ടായക്ക്? അയാളെ ജീവിതത്തിൽ 1 മിനിറ്റ് പടച്ചോന് വേണ്ടി അയാൾ സംസാരിച്ചിട്ടില്ല. വലിസാനം വശപ്പത്തയിൽ 2 ചുണ്ടും അതിനിടയിൽ അതൊരു നാവും കൊടുത്തിട്ട് പടച്ചോന്റെ മഹത്വം പറയാൻ 1 മിനിറ്റ് പോലും ഉപയോഗിക്കാത്ത ഒരാളും നിരീശ്വരവാദിയും കണക്കല്ലേ? ഒരു വേള നിരീശ്വരവാദിയേക്കാൾ നന്ദി കെട്ടവനല്ലേ? ഞാൻ ഈ ചോദ്യം എവിടെ ചോദിച്ചു? ചാലിയത്ത് ചോദിച്ചു. അപ്പൊ അദ്ദേഹം പറഞ്ഞ എന്തറിയോ? ശരിയാണ്, ബാലുശ്ശേരി പറഞ്ഞ പോലെ ഞാൻ അള്ളാനെ പറ്റി പറയാറില്ല. ഒരു മനുഷ്യൻ പറയാണ്, ഒരു ഉസ്താദ് പറയാണ്, ഞാൻ നബീനെ പറ്റി പറഞ്ഞിട്ടുണ്ട്, എനിക്കത് മതി സ്വർഗത്ത് പോകാൻ. നേരെ മറിച്ച് പ്രവാചകന്മാർ ആരെങ്കിലും വന്നിട്ട് ഔലിയാക്കളുടെ ദർഗയിലേക്ക് ക്ഷണിച്ച് അവരെയും കൊണ്ട് നടന്ന് അവിടെ ആ ദർഗയിൽ ഔലിയാക്കളോട് കുട്ടികളെ തരണേ, രോഗം മാറ്റണേ എന്ന് പറയുന്ന ഒരു രംഗം 114 അധ്യായത്തിലെ എവിടെങ്കിലും ഒരൊറ്റ വാചകം കൊണ്ട് തെളിയിക്കാൻ സമസ്തയിലെ മുഴുവൻ പണ്ഡിതന്മാരും ഈ സ്റ്റേജിൽ വന്നാൽ സാധിക്കുമോ? ഇല്ല. അപ്പം നമ്മൾ ചോദിക്കുക, ഖുർആനിൽ ഇല്ലാത്തത് മാത്രം സ്വീകരിക്കുന്ന, ഖുർആനിൽ ഉള്ളത് മുഴുവനും തള്ളിക്കളയുന്ന നിങ്ങൾ എങ്ങനെ അഹ്ലുസുന്നത്തി വൽ ജമാഅയായി? നിങ്ങൾ എങ്ങനെ അഹ്ലുസുന്നത്തി വൽ ജമാഅയായി? ഈ അല്ലാഹുവിനല്ല നിങ്ങൾക്ക് തൃപ്തിപ്പെടാത്ത? ഞാനിന്നൊരു മുസ്ലിയാരെ ക്ലിപ്പ് കേട്ടതാണ് എന്റെ ഒരു പ്രസംഗവുമായി ബന്ധപ്പെട്ട്. അള്ളാന്റെ അടിമക്ക് അല്ല പോരെ? ഇതാര് ചോദിച്ചാ? മുജാഹിദ് ബാലുശ്ശേരി ചോദിക്കുകയാണ് നാ മൊയ്ലിയാർ പറയുന്നത്. ഇത് അല്ല ചോദിച്ചാ മൊയ്ലിയാരെ? 39-ാം അധ്യായം 36-ാമത്തെ വചനത്തിൽ റഹ്മാനായ റബ്ബ് ചോദിക്കുകയാണ്, നിങ്ങൾക്ക് ഞാൻ പോരെ? അതിലേറ്റവും അത്ഭുതകരമായ ഒരു പോയിന്റ് പറഞ്ഞോട്ടെ. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നബി മരിച്ചു എന്നുള്ള വിവരം കിട്ടിയിട്ട് വരികയാണ്. അപ്പൊ ഒരു ഭ്രാന്തനെ പോലെ, മാനസിക രോഗിയെ പോലെ ഊരിപ്പിടിച്ച വാളായിട്ട് ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു ഇങ്ങനെ നടക്കുകയാണ്. നമുക്ക് ദീനാണല്ലോ പ്രമാണം. അപ്പൊ എന്താ അദ്ദേഹം പറയുന്നത്? നബി മരിച്ചു എന്ന് പറഞ്ഞാൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മരിച്ചു എന്ന് പറഞ്ഞാൽ ഓനെ ഞാൻ ശരിയാക്കും, ഓനെ ഞാൻ എന്താക്കും? ഓനെ ഞാൻ ശരിയാക്കും. അപ്പൊ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വന്നിട്ട് പറഞ്ഞു, സിറ്റ് ഡൗൺ ഉമർ, ഇജ്ലിസ്, ഇരിക്കൂ ഉമറേ, ഇരിക്ക്. എന്നിട്ട് പറയാൻ, ആരെങ്കിലും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് ആരാധിക്കുന്നതെങ്കിൽ അദ്ദേഹം മരിച്ചിരിക്കുന്നു. 16-ാം അധ്യായം 20-21 വചനം. മരിച്ചു. അടുത്ത വാചകം എന്താ? ആരെങ്കിലും അള്ളാഹുവിനെയാണ് ആരാധിക്കുന്നതെങ്കിൽ ഹയ്യുൽ ലാ യമൂത്ത്. അബൂബക്കർ സിദ്ദീഖിനെ കുറിച്ച് നിങ്ങൾക്ക് എന്ത് പറയാനുണ്ട്? ഇനി അടുത്ത പോയിന്റ് ശരിക്കും ശ്രദ്ധിച്ചോളൂ. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു, ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു, അൻസാറുകൾ, മുഹാജിറുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുശരീരം ഖബറടക്കിയിട്ടില്ല. അപ്പൊ ആരെ നേതാവാക്കണം? ശരിക്കും ചിന്തിക്കാൻ വേണ്ടിയിട്ട് ആരെ നേതാവാക്കണം? ഈ നേതാവാക്കണം ആരെ എന്ന ചർച്ച വന്നാൽ ശരിക്ക് സ്വഹാബത്തൊക്കെ സമസ്തക്കാരെ പോലെയുള്ള വിശ്വാസമുള്ളവരായിരുന്നു എന്ന് വിചാരിക്കുക. ഇന്നത്തെ സമസ്തയുടെ അക്കീദയായിരുന്നു സ്വഹാബത്തിന്റെ അക്കീദയെങ്കിൽ എന്ത് സുഖമായിരുന്നു അത്. കാരണം നബീനെ ഖബറിൽ പോലും വെച്ചിട്ടില്ല സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി അവിടെ കട്ടിൽ കിടത്തിയിരിക്കുന്നു. നബീനോട് ചോദിച്ചാൽ മതിയല്ലേ, നബിയെ ഈ കൂട്ടത്തിൽ ആരെയാണ് നബിയെ ഞങ്ങൾ നേതാവാക്കേണ്ടത്? വെറുതെ നിങ്ങൾ ആലോചിച്ച്, നബീന്റെ ചൂണ്ടാണി വിരൽ അബൂബക്കർ സിദ്ദീഖിന്റെ നെഞ്ചത്തേക്ക് ഇങ്ങനെ ചൂണ്ടിപ്പിടിച്ചാൽ തീർന്നില്ല പ്രശ്നം? ചിന്തിക്ക്. അതായത് സമസ്തക്കാർ പറയും എന്താണ്, ജീവിച്ചിരിക്കുന്ന ഔലിയാണോ ബെറ്റർ, മരിച്ച ഔലിയാണോ എന്ന് ചോദിച്ചാൽ സമസ്ത പറയും മരിച്ചാലാണ് കഴിവ് കൂടുക. കുറുന്തോട്ടിന്റെ മാതിരിയാണ്, മരിച്ചാലാണ് കഴിവ് കൂടുക. അതിന് ഞാനൊരു സിമ്പിൾ ഉദാഹരണം കൊണ്ട് പറയാം. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആരെയാണ് നേതാവാക്കേണ്ടത് ചോദിച്ചപ്പോൾ അദ്ദേഹം ഒരു ഹദീസ് ഉദ്ധരിക്കുക ചെയ്ത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരു ഹദീസ് ഉദ്ധരിക്കുക ചെയ്ത്. മുഹാജിറുകളിൽ നിന്നാണ് നേതൃത്വം ഉണ്ടാകേണ്ടത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസ്. എന്തുകൊണ്ട് അദ്ദേഹത്തിന് ഹദീസ് ഉദ്ധരിക്കേണ്ടി വന്നു? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭൗതിക ശരീരം അവിടെ ഉണ്ടായിരിക്കെ അദ്ദേഹം കാണും, കേൾക്കും, അറിയും, ഉത്തരം ചെയ്യുമെങ്കിൽ, ഏത് ചോദ്യത്തിനും കേട്ട് ഉത്തരം ചെയ്യാൻ കഴിയുമെങ്കിൽ അവർക്ക് ചോദിച്ചപ്പോൾ ഇതിൽ ആരാ നേതാവ്?
എന്തുകൊണ്ട് അവർ ചോദിച്ചില്ല? അവർ സമസ്തയല്ല. ഇനി സമസ്തക്കാർ ചോദിക്കോ? വേണ്ട, ഇന്നിപ്പോ അമേരിക്കയിൽ ഒരു തങ്ങളുണ്ടല്ലോ. ഇപ്പോ അമേരിക്കയിൽ ടൂർ പോയിട്ടുണ്ടല്ലോ തങ്ങള്. കുൽസീറുഫില്ലറിലെ ആയത്ത് ഉദ്ധരിച്ചല്ലോ. ആട്ടെ, ആ നമുക്ക് പിന്നെ പൊളിക്കാം. ഞാൻ ചോദിക്കുന്നത്, ഈ തങ്ങൾ മരിച്ചു എന്ന് വിചാരിക്കാം. അപ്പോ അവരുടെ സ്ഥാപനത്തിന്റെ എല്ലാ പ്രധാനപ്പെട്ട ഫയലുകളും തങ്ങളുടെ ഒരു ഷെൽഫിലാണ് ഉള്ളത്, തങ്ങളുടെ ഒരു അലമാറയിലാണ് ഉള്ളത്. 5 കോടി ഉറുപ്പിക ഉണ്ട് അതില്. അതിന്റെ താക്കോല് തങ്ങളെടുത്തായത്. ആർക്കും അറിയില്ല തങ്ങളത് എവിടെയാ വെച്ച്. നമ്മൾ മനസ്സിലാക്കിയ കേരളത്തിൽ തങ്ങൾ മരിക്കുന്നു, തങ്ങൾ മരിച്ചിട്ട് ഈ താക്കോൽ ആരെടുത്താന്ന് യാതൊരെത്തും പിടിയിട്ടില്ല. ഈ 5 കോടിയാകട്ടെ ഒരു സ്ഥലത്ത് കൊടുക്കേണ്ടതാണ്, ഒരു കെട്ടിടത്തിന്റെ ഭാഗമായിട്ട് കൊടുക്കേണ്ടതാണ്, ജനങ്ങൾ തന്നതാണ്, ഒക്കെ ഓക്കെ. അവിടെയാണ് പെട്ടെന്ന് കാന്തപുരം വീൽ ചെയറിൽ ഇരുന്നിട്ട് ആളുകൾ ഇങ്ങനെ ഉന്തിക്കൊണ്ടിരിക്കുക. കാന്തപുരത്തിനെ എല്ലാം തിക്കി തിരക്കി അങ്ങോട്ട് മാറ്റി കാന്തപുരം കല്ലിത്തങ്ങളെ എടുത്ത് കട്ടിലിൽ കിടത്തുകയാണല്ലോ. ആ കട്ടിലിൽ ചെന്നിട്ട് അദ്ദേഹത്തിന്റെ ചെവിക്ക് നേരെ കാന്തപുരത്തിന്റെ വായ വെച്ചിട്ട്, അല്ല തങ്ങളെ, ആ താക്കോൽ എവിടെ ഉള്ളത്? എന്നോട് പറഞ്ഞോളി, ഞാൻ കൈകാര്യം ചെയ്തോളും എന്ന് പറഞ്ഞു എന്ന് വിചാരിക്കാം. എല്ലാവരും ഇങ്ങനെ കാന്തപുരം ഇങ്ങനെ തെക്കി തിരക്കി അങ്ങോട്ട് ചെന്നിട്ട് വർത്താനം പറയുന്നത് കേട്ടപ്പോ സമസ്തക്കാരൻ എന്ത് പറയും? പാവം ഖലീൽ തങ്ങളോടുള്ള മഹാമൊഹബത്ത് കൊണ്ട് കാന്തപുരത്തിന് ഭ്രാന്തായി പോയി. എന്താ കാരണം? മരിച്ചു കിടക്കുന്ന മനുഷ്യനോടാ താക്കോൽ എവിടെയാണ് ചോദിക്കുന്നത്. അപ്പൊ നമ്മൾ പറയും, ജീവിച്ചിരിക്കുന്ന സമസ്തക്കാർ പറയും, ഉസ്താദിന് മൊഹബത്ത് മൂത്ത് ഭ്രാന്തായി പോയി. സമ്മതിച്ചോ? ശരി. കട്ടിൽ കിടക്കുമ്പോ തന്നെ മയ്യത്ത് കബടക്കാതെ തന്നെ അത് ചോദിക്കാൻ നമ്മൾ മെനക്കെടുന്നില്ലെങ്കിൽ അതേ മനുഷ്യനെ 6 അടി മണ്ണിൽ കൊണ്ടുവച്ച്, പൊന്നും മോനെ ചിന്തിക്കും, 6 അടി മണ്ണിൽ കൊണ്ടുവച്ച് 4 കോൺക്രീറ്റ് ആ കട്ടുണ്ടല്ലോ അത് വെച്ചിട്ട് സ്ലാബ് വെച്ചിട്ട് മൂടിയതിനു ശേഷം അതിന്റെ മേത മണ്ണിട്ടതിനു ശേഷം ഭൂമിയുടെ ഉപരിതലത്തിൽ 1 ചാൺ ഉയരത്തിൽ മണ്ണും കൂടി ഇങ്ങനെ ആക്കി വെച്ചതിന് ശേഷം ലോകത്തുനിന്ന് എവിടുന്ന് വിളിച്ചാലും ഇയാൾ കേൾക്കുന്നു വിശ്വസിക്കണമെങ്കിൽ ആ തലച്ചോറ് എന്തുകൊണ്ടായിരിക്കും ഉണ്ടാക്കിയത്? ആ തലച്ചോറ് എന്തുകൊണ്ടായിരിക്കും ഉണ്ടാക്കിയത് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ട് എപ്പോഴെങ്കിലും? ഇസ്ലാമിന്റെ വിശ്വാസപ്രകാരം അതല്ല. ഇസ്ലാമിന് ഇനി എന്ത് അമ്മികമായി പറഞ്ഞാലും ഇബ്നു അബ്ബാസിനോട് മുആദിനോട് റളിയല്ലാഹു അൻഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താ? അല്ലാഹനെ സൂക്ഷിക്ക്, പടച്ചോനെ ഭയപ്പെട്, അല്ലാഹ് നിന്റെ മുമ്പിൽ ഉണ്ടാകും. ലോകം മുഴുവനും നിന്നെ ആക്രമിക്കാൻ വന്നാലും അല്ലാഹ് നിന്നെ സംരക്ഷിക്കാൻ വിചാരിച്ചാൽ ലോകത്തിനൊരു ചുക്കും ചെയ്യാൻ കഴിയില്ല. അല്ലാഹ് നിന്നെ കൈയൊഴിഞ്ഞാൽ ലോകം മുഴുവനും നിന്നെ പ്രൊട്ടക്ട് ചെയ്യാൻ വന്നാലും നിനക്ക് അവരാരും മതിയായിപ്പെടുകയില്ല എന്ന് പഠിപ്പിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ വിശ്വാസമാണ് ഇസ്ലാമിനുള്ളത്. വലനബിലുവന്നകും, നിങ്ങളെ പരീക്ഷിക്കുക തന്നെ ചെയ്യും. ഖൗഫ് കൊണ്ട്. ആര്? പടച്ചോൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ല, പടച്ചോൻ. വബശ്ശിരി സാബിരീൻ, ക്ഷമിക്കുന്നവർക്ക്. അതാണ് ഭയപ്പാടില്ലാത്ത ജീവിതം. ഫൽയഅബ്ദു റബ്ബ ഹാദൽ ബൈത്ത് അല്ലദീ യത്അമഹും മിൻ ജൂഇൻ വഅമനഹും മിൻ ഖൗഫ്. ചിന്തിക്കാൻ വേണ്ടി പറയുന്നു. ഈ കാബാലയത്തിന്റെ നാഥനെ, ഭയപ്പാടിന് ശേഷം നിർഭയത്വം നൽകിയ റബ്ബിനെ. അപ്പൊ നിർഭയത്വം നൽകുന്നത് ആരാ? അല്ലാഹ്. അല്ലാഹ് ഖുർആനിലെ സൂറത്ത് അറാഫിലെ 96 പറയുന്നത് എന്താ അറിയോ? വലവന്ന അഹ്ലൽ ഖുറാ ആമനു വത്തഖൗ ലഫതഹ്നാ അലൈഹിം ബറകാത്തിൻ മിനസ് സമാഇ വൽ അർദ്. അല്ലാഹുവിലേക്ക് ഈമാൻ ഉണ്ടാവുകയും അല്ലാഹുവിലേക്ക് ഈമാനോടുകൂടി മടങ്ങുകയും തഖ്വ കൈക്കൊള്ളുകയും ചെയ്താൽ ആകാശഭൂമികളുടെ വാതിലുകൾ അവരുടെ നേരെ തുറന്നു കൊടുക്കും. ബർക്കത്തിന്റെ വാതിലുകൾ. ആര്? ഔലിയാക്കൾ തുറന്നു കൊടുക്കുന്ന, അമ്പിയാക്കൾ തുറന്നു കൊടുക്കുന്ന അല്ലാഹ് തുറന്നു കൊടുക്കും. ബറകാത്തിൻ മിനസ് സമാഇ വൽ അർദ്. ആകാശഭൂമികളുടെ ബർക്കത്ത് അല്ലാഹ് അവർക്ക് കൊടുക്കും. അല്ലാഹുവിലേക്ക് ചേർത്തുകൊണ്ടാണ് എല്ലാം. ഇന്നല്ലദീന ഖാലു റബ്ബുനല്ലാഹ്, അല്ലാഹുവാണ് ഞങ്ങളുടെ റബ്ബ്. മറ്റേതെന്താ പറയുന്നത്? സിയമടവൂർ എന്നെ പറഞ്ഞത്ര അനല്ലാഹ്. നിങ്ങൾ ഫിറൗന് ഫഖാല അന റബ്ബുക്കുമുൽ അലാ എന്ന് പറഞ്ഞു. ശരിക്കും ഫഖാല അന റബ്ബുക്കുമുൽ അലാ എന്ന് ഫിറൗൻ പറഞ്ഞ വഴി അത് കുഫ്റാണോ തൗഹീദാണോ, ഈമാനാണോ ഇൽമാണോ? ചിന്തിക്കാൻ വേണ്ടിയാണ്. ഒരു നല്ല പോയിന്റ് പറഞ്ഞു തരാൻ വേണ്ടിയാണ്. സിയമടവൂർ അനല്ലാഹ് എന്ന് പറഞ്ഞു. ഫഖാല അന റബ്ബുക്കുമുൽ അലാ എന്നും അനല്ലാഹ് ഒന്ന് തന്നെ. അങ്ങനെയാണെങ്കിൽ നമ്മൾ പറയുന്നത് എന്താണ്? ഫിറൗൻ അങ്ങനെ പറയുക വഴി ഫിറൗൻ ലാലിമായി. അബ്ദുസ്സമദ് അൻവരി പറയണോ സിയമടവൂര് ആലിമായി എന്ന് പറഞ്ഞപ്പോ ഫിറൗൻ പറഞ്ഞ അതേ വാചകം സിയമടവൂര് പറഞ്ഞാൽ ഇൽമ്, അത് ഫിറൗൻ പറഞ്ഞാൽ കുഫ്ർ. അതെങ്ങനെയാകുന്ന എനിക്ക് മനസ്സിലാവണില്ല. ദേവദാസൻ കുടിക്കുന്ന കള്ളും ബഷീർ ഉസ്താദ് കുടിക്കുന്ന കള്ളും ബഷീർ ഉസ്താദിന്റെ കള്ള് ഹലാലും ഇയാളുടെ ഹറാമും ആകുന്ന ആ പ്രതിഭാസം എനിക്ക് മനസ്സിലാവുന്നില്ല. സഹോദര, ഫിറൗന് ഫഖാല അന റബ്ബുക്കുമുൽ അലാ എന്ന് പറഞ്ഞാലും സിയമടവൂര് അനല്ലാഹ് എന്ന് പറഞ്ഞാലും കുഫ്റാണ്, ശുദ്ധ കുഫ്റാണ്. ഇസ്ലാം അല്ലാതെ ഒരു നബി പോലും ജീവിതത്തിൽ പറഞ്ഞിട്ടുണ്ടോ? ഇനി വേണ്ടത് ഫിറൗന് ഫഖാല അന റബ്ബുക്കും, ശരി, ഫഖാല അന റബ്ബുക്കുമുൽ അലാ എന്ന് പറഞ്ഞൊരു നബി ഉണ്ടോ? ഏതെങ്കിലും ഒരു പ്രവാചകൻ? മാത്രമല്ല ഏറ്റവും രസം എന്താ അറിയുക, നിങ്ങൾ ശരിക്കും ഖുർആൻ വായിച്ചാൽ 17 അധ്യായം നിങ്ങൾ എടുക്ക്. സുബ്ഹാനല്ലദീ അസ്റാ ബി അബ്ദിഹി, അടിമ. അടിമ എന്ന് പറയുന്ന ഉടമ എന്നല്ല. അൽഹംദുലില്ലാഹില്ലദീ അൻസല അലാ അബ്ദി,
എന്തിനത് പറയുന്നത്? റസൂൽ ഒരിക്കലും ഉടമയാകില്ല, സയ്യിദാകില്ല. അള്ളയാണ് സയ്യിദ്, അള്ളയാണ് സയ്യിദ്. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. അതുകൊണ്ട് ആ അള്ളാഹുവിനെ ശരിക്ക് ഹൃദയത്തിൽ മദായിനിലെ ഇസ്ലാമിക ദഅവത്ത് എത്തിക്കാൻ ചെന്നു. അപ്പൊ അടിയൊഴുക്കുള്ള ഒരു ഗംഭീര പുഴ, ആ പുഴയുടെ വക്കത്ത് സൈദർലാനും കൂട്ടർ നിൽക്കുകയാണ്. നീന്തറിയില്ല, വഞ്ചിയില്ല, പായക്കപ്പലില്ല, കടത്തുകാരനില്ല, തോണിയില്ല, മേൽപ്പാലമില്ല, ഒന്നുമില്ല. അപ്പൊ സൈദർലാനി ചോദിക്കാൻ, അതാണ് ഇസ്ലാം. മുസ്ലിയാക്കന്മാരുടെ മതമല്ല ഇസ്ലാം. സൈദർലാനി ചോദിക്കാൻ, ഈ പുഴ ആരുടേതാണ്? അത് മൊയ്തീൻ ഷേഖിൻ്റെതാണ് പറഞ്ഞില്ല. കാരണം അരുവി ഒഴുക്കുന്നത് മൊയ്തീൻ ഷേഖാണെന്ന് ഖുത്ബിയത്തിന്റെ 10ാമത്തെ പാറന്നൂർ PP മെയ്തീൻ കുറിച്ചിലാര് അതിന്റെ 10-11 പേജ് പറയുന്നത്. യാ ഖുത്ബ അഖിലി സമാഇ വല്ലർളി ഔസുഹുമാ, ആകാശഭൂമികളുടെ ഖുത്ബും മഴ ചൊരിയുന്നവരും അരുവി ഒഴുക്കുന്നവരുമായ മൊയ്തീൻ ഷേഖേ. മക്കയിലെ മുശ്രിക്കുകൾ പോലും പറയുന്നത് എന്താ? മഴ ചൊരിയുന്നതും സസ്യം മുളപ്പിക്കുന്നതും അള്ളയാണ്. ഇവർ പറയുന്നതോ മൊയ്തീൻ ഷേഖാണ് എന്ന് പറഞ്ഞാൽ ആ വ്യത്യാസങ്ങൾ കണ്ടോ? ആ വ്യത്യാസം വളരെ വലിയ വലിയ പിഴവിലാണ് നമ്മുടെ മുസ്ലിം ഉമ്മത്ത്. ഇത് പറഞ്ഞു തരിക എന്നുള്ളത് മാത്രമാണ് ഞങ്ങൾ ചെയ്യുന്ന ദൗത്യം. ഞങ്ങൾ ചെയ്യുന്ന ദൗത്യങ്ങൾ ആലോചിച്ച് നോക്ക്. ഇവിടെ എത്ര ഖുർആനിക വചനം ഇന്ന് 2 പേരും കൂടെ ഇവിടെ പറഞ്ഞു. നിങ്ങൾ ചിന്തിക്ക്, ഈ ഖുർആൻ അള്ളാഹുവിന്റെ ഗ്രന്ഥത്തിലുള്ളതാണ്. അധ്യായവും വചനവും. മക്കയിലെ മുശ്രിക്കുകൾ കടലിൽ വെച്ച് പടച്ചോനെ മാത്രം വിളിച്ചു എന്ന് സൂറത്ത് അങ്കബൂത്തിൽ പറയുന്നു. സൂറത്ത് ലുഖ്മാനിന്റെ 32-ൽ പറയുന്നു. നേരെ മറിച്ച് ഖലീൽ തങ്ങളോ കടലിൽ വെച്ച് ബദരീങ്ങളെ നിങ്ങളല്ലാതെ രക്ഷിക്കാനില്ല. മക്കയിലെ മുശ്രിക്കുകൾ കടലിൽ വെച്ച് എല്ലാ ഉലിയാക്കളെ ഒഴിവാക്കി റബ്ബിനെ മാത്രം ഹൃദയത്തിൽ പ്രതീക്ഷിച്ചു. ഖലീൽ തങ്ങളോ അള്ളാനെ ഒഴിവാക്കി, എന്നിട്ട് 313 ഇലാഹുകളെ ഹൃദയത്തിൽ പ്രതിഷ്ഠിച്ചു. എന്തൊരു കഥയാണിത്! നേരെ തിരിച്ച് എന്നിട്ട് പറയുന്നത് നമ്മൾ സ്വർഗത്തിലും അതെങ്ങനെയാവുക? അബൂജഹൽ കടലിൽ വെച്ച് റബ്ബിനെ മാത്രം ഹൃദയത്തിൽ വെച്ചു. അത് തൗഹീദാണെന്ന് അള്ളാഹ് പറഞ്ഞു, പടച്ച തമ്പുരാൻ പറഞ്ഞു. എന്നിട്ട് കരയിലെത്തിയാലോ കരയിലെത്തിയ ഒരു ഔലിയാക്കളെ വിളിക്കുന്നത്. ആ ഔലിയാക്കൾ ഇതിൽ ഒരു പ്രത്യേകത എന്താ അറിയോ? ഞാൻ ഈ പട്ടിക്കാട് ജാമിയനുരി അതുപോലെ കാതോരത്തിന്റെ മോനോടൊക്കെ പറയുന്നത് അറിയോ? നിങ്ങൾ ക്രിസ്ത്യാനികളെ പറ്റി നിങ്ങൾ എന്താ പറയുന്നത്? പ്രാരംഭ പ്രാർത്ഥനയിൽ ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാലിൻ, വഴിതെറ്റിക്കപ്പെട്ടിട്ടുള്ള ക്രൈസ്തവരുടെ പാതയിൽ ഞങ്ങൾ ഉൾപ്പെടുത്തല്ലേ. ഇപ്പൊ നിങ്ങൾ നോക്കൂ, കാന്തപുരത്തിന്റെ മകൻ പറയുന്നു, ഞാൻ ബദരീങ്ങളോട് ഞങ്ങൾ വിളിച്ചു പ്രാർത്ഥിച്ചു. എപ്പോ നോളർ സിറ്റി പ്രതിസന്ധി നേരിട്ടപ്പോ ഞങ്ങൾ ആരോട് വിളിച്ചു പ്രാർത്ഥിച്ചു? ബദരീങ്ങളോട് വിളിച്ചു പ്രാർത്ഥിച്ചു. ഒരു ക്രിസ്ത്യാനി ചോദിക്കാണ്, ബദരീങ്ങൾക്ക് പ്രതിസന്ധി ഉണ്ടായപ്പോ അവർ ആരോട് വിളിച്ചു? ഒരു ക്രിസ്ത്യാനി ഹക്കീം അസ്സരിയോട് ചോദിക്കാണ്. ഈ റസൂലിന്റെ അനുയായികൾ എന്ന് പറയുന്ന 313 അവരാണല്ലോ ബദരീങ്ങൾ, റസൂൽ അടക്കം. ഈ 313 പ്രതിസന്ധി വന്നപ്പോ അള്ളാനെ വിളിച്ചു എന്നാണല്ലോ നിങ്ങളുടെ ഖുർആനിലുള്ളത്. ഇത് തസ്തഈസുന റബ്ബക്കും ഫസ്തജാബ ലക്കും അന്നി മുമിത്തുക്കും ബിഅൽഫി മിനൽ മലായികത്തി മുർദിഫീൻ, 8-ാം അധ്യായം സൂറത്ത് അൻഫാൽ 9-ാമത്തെ വചനം. അവർ റബ്ബിനോട് ഇസ്തിഹാസ നടത്തിയപ്പോ അള്ളാഹ് സഹായിച്ചു എന്നാണല്ലോ. വലഖദ് നസറകുമുല്ലാഹു ബിബദരിൻ വഅൻതും മദില്ല ഫത്തഖുല്ലാഹ്, സൂറത്ത് ആൽ ഇംറാൻ 123 വലഖദ് നസറകുമുല്ലാഹു ബിബദരിൻ, അല്ലാഹ് നിങ്ങളെ ബദറിൽ സഹായിച്ചു. അല്ലേ? ഈ സഹായം അവർ അല്ലാഹുവോട് ഇസ്തിഹാസ നടത്തിയപ്പോ. പക്ഷേ നോർഡർ സിറ്റിയുടെ പ്രതിസന്ധി വന്നപ്പോൾ ബദരീങ്ങളോട് പ്രാർത്ഥിച്ചു. ഏതുപോലെ നമ്മൾ ക്രിസ്ത്യാനികളുടെ വിഷയവുമായി ബന്ധപ്പെട്ട് വർഷവനെ അവർ വഴിതെറ്റിയിട്ടുണ്ട്. അവരുടെ കൂട്ടത്തിൽ ഞങ്ങൾ ഉൾപ്പെടുത്തരുത്. എന്തായിരുന്നു അവരുടെ വഴിതെറ്റൽ? ഞങ്ങൾക്ക് എളുപ്പത്തിൽ പറഞ്ഞുതരാം. യേശു ക്രിസ്തുവിനെ കുരിശിലേറ്റിയപ്പോ യേശു പ്രാർത്ഥിച്ചു പടച്ചവനോട് എന്ന് ബൈബിൾ പറയാണ്. യേശുവിനോട് പ്രാർത്ഥിച്ചു എന്നല്ല. കർത്താവേ കർത്താവേ, നീ എന്നെ കൈവെടിഞ്ഞത് എന്തേ? കഴിയുമെങ്കിൽ ഈ പാനപാത്രം അങ്ങ് എന്നിൽ നിന്ന് ഉയർത്തിയാലും, എങ്കിലും എന്റെ ഇഷ്ടമല്ല അവിടുത്തെ ഇഷ്ടമാണ് നടക്കുന്നത്. ഏലി ഏലി ലമ്മാ സബക്താനി. ഇവിടെ നിങ്ങൾ കണ്ടോ? ഇത് ബൈബിളാ പറയുന്നത്. ബൈബിളിലെ യേശു ക്രിസ്തു പ്രാർത്ഥിച്ചത് പടച്ചവനോട്. പക്ഷെ ക്രിസ്ത്യാനികളോ? യേശു റബ്ബിനോട് പ്രതിസന്ധി ഘട്ടത്തിൽ പ്രാർത്ഥിച്ചു കാണിച്ചു തന്നുവെങ്കിലും ക്രിസ്ത്യാനികളുടെ പിഴവെന്തായിരുന്നു? അവർ യേശുവിനോട് തന്നെ പ്രാർത്ഥിച്ചു. ബദരീങ്ങൾ അള്ളാനോട് പ്രതിസന്ധി വന്നപ്പോ പ്രാർത്ഥിച്ച് നമുക്ക് കാണിച്ചു. സമസ്തയോ ക്രിസ്ത്യാനികളെ പോലെ ബദരീങ്ങളോട്. ക്രിസ്ത്യാനികൾക്ക് എന്താ സംഭവിച്ചത്? ഈസാ നബി റബ്ബിനോട് പ്രാർത്ഥിച്ചെങ്കിലും ക്രിസ്ത്യാനികൾ അംഗീകരിച്ചില്ല. ഞങ്ങൾ റബ്ബിനോട് പ്രാർത്ഥിക്കില്ല, ഞങ്ങൾ നിങ്ങളോട് തന്നെ പ്രാർത്ഥിക്കും. സമസ്തക്കാരോ? ബദരീങ്ങളെ നിങ്ങൾ പ്രതിസന്ധി ഘട്ടത്തിൽ പ്രാർത്ഥിച്ച അള്ളാനോടാണ്. അത് ഖുർആനിലുണ്ട്. പക്ഷെ ഞങ്ങൾക്ക് നിങ്ങൾ മതി. ചിന്തിക്ക്. ഈ 2 കൂട്ടരുടെ വിശ്വാസവും ഒന്നല്ലെങ്കിൽ പിന്നെ ഏതാണ്? എന്തിന്റെ പേരിലാണ്? ഇനി ക്രിസ്ത്യാനികൾ പറയുന്നതാ? ക്രിസ്ത്യാനികൾ പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ്. എത്രയാ? ട്രിനിറ്റി എന്നാ പറയാ, ത്രിത്വം. സമസ്തക്കാരതോ 313 എന്ന് പറഞ്ഞാൽ 310 ദൈവങ്ങൾ അധികം ഉള്ളത് ആർക്കാണ്? സമസ്തക്കാണ്. 3 ദൈവമുള്ളവർ ക്രിസ്ത്യാനികൾ, 313 ദൈവമുള്ളവരോ? അപ്പൊ ഏറ്റവും പേഴ്ചതാരായി? ഒരാൾ ഒരു കുപ്പി കള്ളു കുടിക്കുന്നു, ഒരാൾ കള്ളുഷാപ്പിലെ മുഴുവൻ കള്ളും കുടിക്കുന്നു.
എന്നിട്ട് കള്ളിഷാപ്പിലെ മുഴുവൻ കള്ളും കുടിച്ചോൻ പറയാണ് ഞാൻ സ്വർഗത്തിന്റെ നടുക്കണ്ടത്തിലായിരിക്കും, ഞാൻ അവിടെ ഗംഭീരായിരിക്കും. മോനെ മനസ്സിലാകുന്നുണ്ടല്ലേ? അൽഹംദുലില്ലാ. അതാണ്. പക്ഷെ വലിയ കെട്ടുള്ളവർക്ക് മനസ്സിലാകുന്നില്ല മോനെ. എന്താ അറിയില്ല, ചിന്തിക്കാൻ വേണ്ടി പറയുന്നത്. നല്ലോണം ആലോചിക്കാൻ. മനുഷ്യന്റെ ബുദ്ധിയോടാണ് ഈ സംസാരം. ഇത് നാളത്തെ ഇലക്ഷനിൽ റിസൾട്ട് ചോദിച്ചുകൊണ്ടുള്ള സംസാരമല്ല, മറിച്ച് ആര് ഭരിച്ചാലുണ്ടെങ്കിലും സമാധാനം ഉണ്ടാവണം, കേരളത്തിൽ ശാന്തി ഉണ്ടാവണം, ആരും ഇവിടെ കച്ചറ ഉണ്ടാക്കരുത്. അത് അത്രയും മക്കളുള്ളൂ കേട്ടോ. ഞാൻ പറഞ്ഞു വരുന്നത്, ഇസ്ലാമിക ചരിത്രത്തിൽ നമുക്കൊക്കെ ചിന്തിക്കാം. ഈ ആമിനത്താത്ത എന്ന് പറഞ്ഞിട്ട് ഒരു താത്ത ഉണ്ടായി, സീമടൂരിന്റെ വലിയ ആളായിരുന്നു. 25 കൊല്ലം തഹജ്ജുദ് നിസ്കരിച്ചു, അവർക്ക് കുട്ടിയില്ല. ഇത് അബ്ദുസ്സമദ് സഖാഫി കാന്തപുരത്തിന്റെ അരുമ ശിഷ്യൻ പറയുന്നതാണ്. അദ്ദേഹം പറയാണ് എന്ത്, ആമിനത്താത്ത 25 കൊല്ലം തഹജ്ജുദ് നിസ്കരിച്ച ആനാ ഇല്ലയിലി സാജിദം വഖായിമ, രാത്രിയിൽ നിന്നും ഇരുന്നും സുജൂദിലും റുകൂലും പ്രാർത്ഥനയിലുമായി കുട്ടിക്ക് വേണ്ടി ആമിനത്താത്ത പ്രാർത്ഥിച്ചു. അപ്പൊ ഒരിക്കലും ആമിനത്താത്ത വീട്ടിന്റെ മുറ്റത്ത് ഇങ്ങനെ നിൽക്കുമ്പോൾ സി എം അടവൂർ അതിലിങ്ങനെ പോയി. അപ്പൊ സി എം അടവൂർ ചോദിച്ചു, കുട്ടിനെ വേണോ? ചിന്തിക്കണേ, ശിർക്ക് വരുന്ന വഴി ചിന്തിക്കണേ. അതുവരെ റബ്ബിനോട് കുട്ടിനെ ചോദിച്ചിട്ട് കിട്ടാതായപ്പോ ആമിനത്താത്ത സി എം അടവൂരിന്റെ ചോദ്യത്തിന് ഉത്തരം നൽകി, കുട്ടിനെ വേണോ? അവർക്ക് കുട്ടിനെ കിട്ടി. അപ്പൊ ഞാൻ ചോദിക്കുന്നത്, ആര് കൊടുത്തു എന്ന് വിശ്വസിക്കണം? 25 കൊല്ലം റബ്ബിനോട് ചോദിച്ചിട്ട് റബ്ബ് കൊടുത്തില്ല, സി എം അടവൂർ കൊടുക്കുകയും ചെയ്തു. ആരവിടെ വലുത്? ഈ ആമിനത്താത്തന്റെ മനസ്സിൽ അള്ളാഹ്ക്കായിരിക്കോ സ്ഥാനം, വക്കാറത്ത് അല്ല സി എം അടവൂരിനായിരിക്കോ? ഞാൻ ഒന്നുകൂടി പറഞ്ഞോട്ടെ, EKAP സമസ്തക്കാരുടെ പ്രബോധനം കൊണ്ട് റബ്ബിന് പുല്ല് വില കൽപ്പിക്കുന്ന ഒരു സമൂഹത്തെ സൃഷ്ടിക്കാനേ നിങ്ങൾക്ക് പറ്റിയിട്ടുള്ളൂ. വെള്ളത്തുണിയും കുപ്പായിടായി ഇടിക്കാൻ നിങ്ങൾക്ക് പറ്റിയിട്ടുണ്ട്, തലപ്പാവ് കെട്ടിക്കാൻ നിങ്ങൾക്ക് പറ്റിയിട്ടുണ്ട്. ഹൃദയത്തിന്റെ ഉള്ളിൽ റബ്ബിനെ പ്രതിഷ്ഠിപ്പിക്കാൻ നിങ്ങളുടെ പ്രബോധനം സാധ്യമല്ല എന്ന് മനസ്സിലായിക്കൂടെ? അല്ലാഹ് സാക്ഷിയാണ് ഞാൻ ഈ പറയുന്നത്, അല്ലാഹ് സാക്ഷിയാണ്. ഇനി അംബിയാക്കൾ എന്ന് പറയുന്ന ഒരു അധ്യായമുണ്ട്, സൂറത്ത് അംബിയാ. എന്തിനത്? അവിടെ പറയുന്നത് എന്താണെന്നറിയോ? 21-ാം അധ്യായം സൂറത്ത് അംബിയായിലെ 73 എന്താ? വജഅൽനാഹും അയിമ്മതൻ യഹ്ദൂന ബിഅംറിനാ വൗഹൈനാ ഇലൈഹിം ഫീനൽ ഖൈറാത്ത്. നിങ്ങളുടെ റോൾ മോഡലുകളാണ് അംബിയാക്കൾ, അവരെ ഞാൻ തിരഞ്ഞെടുത്തു, അവരെ നിങ്ങൾ പിൻപറ്റിക്കൊള്ളീ. 18 പ്രവാചകന്മാരുടെ പേര് പറഞ്ഞിട്ട് സൂറത്ത് അൻആമിലെ 80-കൾക്ക് ശേഷം അല്ലാഹ് പറയാണ്, അവരൊക്കെ ഹിദായത്തിലായിരുന്നു, അവരെ വഴി നിങ്ങൾ സ്വീകരിച്ചോളീ. ഇനി ഞാനൊരു കാര്യം പറയാം. 18 കൊല്ലത്തിലധികം അല്ലെങ്കിൽ 12 കൊല്ലത്തിലധികം അയ്യൂബ് നബിക്ക് രോഗം വന്നു. റബ്ബിനോട് അയ്യൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാം തേടി. റബ്ബിനോട് എന്റെ ചോദ്യം എത്രയേ ഉള്ളൂ, 21-ാം അധ്യായം 83-ൽ റബ്ബിനോട് തേടി എന്നതിന് പകരം ഇബ്രാഹിം നബിയോട് തേടി, അല്ലെങ്കിൽ അതിനു മുമ്പ് കഴിഞ്ഞു പോയ നോഹ പ്രവാചകനോട് തേടി, ആദം നബിയോട് തേടി എന്നെന്തല്ലാത്തത്? എന്താണ് വഹാബിസം മാത്രം ഖുർആനിൽ? ഇത് ഞങ്ങളുടെ ചോദ്യമാണ്. ഞങ്ങളും അത്ഭുതപ്പെടുന്നു, ഇത്ര വലിയ വഹാബിസോ? അത്ഭുതല്ലേ അത്? നിങ്ങൾ ആലോചിച്ചു. ഇനി ഒരു പോയിന്റ് കൂടെ അതിൽ ഗൗരവമായി ആലോചിക്കാൻ വേണ്ടി പറയുന്നത്, രോഗം വന്നാല് അത് ഞാൻ ശിഫയാക്കി, ഇനി നിനക്ക് വേണ്ട, റബ്ബൊന്നും നിനക്ക് ആവശ്യമില്ല, അതുകൊണ്ട് അല്ലാഹു മിഷ്ഫി എന്നുള്ള ദുആ ഞാൻ ചെയ്യില്ല, ഞാൻ പറയുന്നത് നിനക്ക് ആ രോഗം വേണ്ട എന്ന് സി എം അടവൂർ. ഇങ്ങനെ ഒരു ചര്യ ഇസ്ലാമിലുണ്ടോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്ത് വന്ന ഒരു സ്ത്രീ, നിങ്ങൾ ചിന്തിക്കാൻ വേണ്ടി പറയുന്നത്, നമ്മുടെ നബി, ആ മുത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്ത് വന്നിട്ട് ഒരു സ്ത്രീ പറയും, ഞാൻ അപസ്മാര രോഗിയാണ്, എനിക്ക് ആ രോഗം മാറ്റി കിട്ടാൻ അങ്ങൊന്ന് ദുആ ചെയ്യണം. ഞാൻ അങ്ങയോട് ദുആ ചെയ്യുന്നല്ല, അങ്ങൊന്ന് എനിക്ക് വേണ്ടി ദുആ ചെയ്യണം. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ ദുആ ചെയ്യണോ? ചെയ്താൽ ചിലപ്പോൾ മാറും, ക്ഷമിച്ചാ സ്വർഗം കിട്ടും. അപ്പൊ ആ സ്ത്രീ പറയാണ്, രോഗം മാറണ്ട, എനിക്ക് സ്വർഗം മതി, പക്ഷെ ഒരു പ്രശ്നമുണ്ട്, എന്റെ ഔറത്ത് വെളിവാവും, അതില്ലാണ്ടിരിക്കാൻ നിങ്ങളൊന്ന് ദുആ ചെയ്യണം. ഇവിടെ നമുക്ക് മാതൃകയുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവർ വന്നിട്ട് പറയാണ്, റബ്ബിനോട് ദുആ ചെയ്യൂ. നബിയെ, ഇബ്രാഹിം നബിയോടൊന്ന് ദുആ ചെയ്യൂന്നല്ല, അങ്ങനെ ഒരു ദീനില്ല. അത് ദീനല്ല പ്രിയപ്പെട്ടവരെ, രക്ഷപ്പെട്ടോളി. ഇന്നെങ്ങാനും മലക്കുൽ മൗത്ത് വന്നാൽ സമസ്തക്കാരനായിട്ടാണ് നീ മരിക്കുന്നതെങ്കിൽ നിന്റെ കാര്യം എന്താകുന്നു ഓർത്തിട്ട് എനിക്ക് പലപ്പോഴും ഉറക്കം നഷ്ടപ്പെടാറുണ്ട് സുഹൃത്തുക്കളെ. എന്തായിരിക്കും നിങ്ങളുടെ അവസ്ഥ? കാരണം ഖുർആൻ കൊണ്ട് നിങ്ങൾക്ക് തെളിയിക്കാൻ പറ്റില്ല. നമ്മളിപ്പോ സി എം അടവൂരിന്റെ കറാമത്ത് കണ്ട ആരെങ്കിലും ഇവിടെ ഉണ്ടോ എന്ന് കൈബന്ധിക്കോ? ആരെങ്കിലും ഉണ്ടോ? സത്യത്തിലില്ല, സത്യത്തിലില്ല. സി എം അടവൂരിന്റെ കറാമത്ത് കണ്ട ആരും ജീവിച്ചിട്ടില്ല, നിങ്ങൾ മനസ്സിലായിക്കൊള്ളി. പക്ഷേ സക്കരിയ നബി മറിയം ബീവിന്റെ കറാമത്ത് കണ്ണുകൊണ്ട് പലവരും കണ്ടിട്ടുണ്ടോ? ഇതൊരു പോയിന്റ് ആട്ടോ, ഇത് ചെറിയ പോയിന്റ് അല്ലെങ്കിൽ ശരിക്കും മനസ്സിലാക്കി. ആരാ മറിയം ബീവി? ഇന്നല്ലാഹ അസ്തഫാകി വത്വഹറകി വസ്തഫാകി അലാ നിസാഇൽ ആലമീൻ, 3-ാം അധ്യായം 42. ലോക സ്ത്രീകളിൽ ഏറ്റവും ഉന്നതമായ സ്ഥാനമാണ് ആർക്ക്? മറിയം ബീവിക്ക്. ആ മറിയം ബീവി മെഹ്റാബിൽ, പള്ളിന്റെ മെഹ്റാബില്, അവിടെ സക്കരിയ നബി വരുമ്പോ അവിടെ റിസ്ക്, ഉപജീവനം കാണുകയാണ്, ഭക്ഷണം കാണുകയാണ്. അതാ എപ്പോ? സീസൺ അല്ലാത്ത കാലത്ത്. സീസൺ അല്ല, ആ ഫ്രൂട്ടും ആ ഭക്ഷണം ആ കാലത്ത് എവിടെ ഇല്ല.
അപ്പൊ ആ കാലത്തില്ലാത്ത സീസൺ അല്ലാത്ത ഘട്ടത്തിലെ ഫ്രൂട്ട് മറിയമിന് എവിടുന്ന് കിട്ടുന്നു? ഇത് സക്കറിയ നബിയെ അത്ഭുതപ്പെടുത്തി, നമ്മളൊക്കെ അത്ഭുതപ്പെടുത്തുന്ന പോലെ. ആ അത്ഭുതപ്പെടുത്തിയപ്പോ അതൊന്ന് ക്ലിയർ ചെയ്യണം. അത് മറിയമിന്റെ കഴിവാണോ അതല്ല മറ്റെന്തോ ആണോ? അതുകൊണ്ട് തന്നെ സക്കറിയ നബി ചോദിക്കാൻ, അന്നാലക്കി ഹാദാ, എവിടുന്നാണ് സഹോദരി ഇത്? അന്നാലക്കി ഹാദാ, എവിടുന്ന് കിട്ടി മറിയമേ? ഇനി നമ്മൾ ചിന്തിക്കാം, കറാമത്താണോ? ആണ്. കറാമത്ത് പ്രകടിപ്പിച്ചുകൊണ്ടേയിരിക്കണ്ടോ? ഉണ്ട്. അത് അവരാണോ? അല്ല. അള്ളാഹ് അവരിലൂടെ പ്രകടിപ്പിക്കുക. അതിന് അവരല്ല തെരഞ്ഞെടുത്തു. ആ യോഗ്യത അവരുടെ ഈമാനുണ്ടായി. ഈമാൻ ഉള്ളത് കൊണ്ട് അവരല്ല തെരഞ്ഞെടുത്തു. സത്യല്ലേ? ആണ്. ഇനി ചിന്തിക്കാൻ വേണ്ടിയാ പറയുന്നത്. കേട്ടോ, ശരിക്കും ശ്രദ്ധിച്ചോ. മറിയം ബീവിയോട് എന്താ ചോദിക്കണേ? അന്നാലക്കി ഹാദാ, ഇത് എവിടുന്ന് കിട്ടി? ശരിക്ക് മറിയം ബീവി സമസ്തക്കാരിയാണെങ്കിൽ എന്താ പറയാ? ഞാനാരാ മോള്? ഇതൊക്കെ എന്റെ കഴിവല്ലേ? മിണ്ടിയില്ല. പിന്നെ എന്തേ പറഞ്ഞത്? കാലത്തു ഹുവ മിൻ ഇൻദില്ലാഹ്, എനിക്കിതിൽ ഒരു പങ്കുമില്ല, എന്റെ റബ്ബാണ് എനിക്കിതൊക്കെ തന്നത്. അപ്പൊ എന്തായി? മറിയം ബീവി ഔട്ടായി. മറിയം ബീവി ഔട്ടായി. കാരണം എന്താ? ഇത് തന്നതൊക്കെ റബ്ബർക്ക് കൊടുക്കുകയാണ്. അതിൽ ഒരു സൂചി മുനമ്പ് പങ്കും മറിയം ബീവിക്കില്ല. ശരിക്കും പഠിച്ചോളി, ഒരു സൂചി മുനമ്പ് പങ്കും മറിയം ബീവിക്ക് അതിലില്ല. എന്തിനാ സക്കറിയ നബി ഇത് ചോദിച്ചത്? അതിനൊരു കാരണമുണ്ട്. അത് അതിന്റെ തൊട്ട് താഴെ, അതായത് 3-ാം അധ്യായം 36 to 43 വരെയുള്ള വചനത്തിൽ സക്കറിയ നബിക്ക് അന്നാലക്കി ഹാദാ എന്ന് ചോദിക്കൊരു കാരണമുണ്ട്. ഒന്ന് ചിന്തിച്ചേ, എല്ലാവരും ഒന്ന് ചിന്തിച്ചേ. സീസൺ അല്ലാത്ത കാലത്ത്, ലോകത്തെവിടെയും കിട്ടാനില്ലാത്തൊരു സമയത്തെ ഫ്രൂട്ട് മറിയമിന് മാത്രം കിട്ടുമ്പോ അദ്ദേഹത്തിന് കുട്ടിയില്ല, അദ്ദേഹത്തിന്റെ ഭാര്യ വന്ധ്യയാണ്. അപ്പൊ സീസൺ അല്ലാത്ത കാലത്ത് ഇത്തരം ഫ്രൂട്ടൊക്കെ കൊണ്ടുവരാൻ അവർക്ക് കഴിയുമായിരുന്നെങ്കിൽ വന്ധ്യയായ എന്റെ ഭാര്യയിലൂടെ എനിക്കൊരു കുഞ്ഞിനെ തരാനും അവർക്ക് കഴിയണം. കാരണം അവരുടെ കഴിവാണെങ്കിൽ. അതുകൊണ്ട് ചോദിക്കുന്നത് അന്നാലക്കി ഹാദാ, എവിടുന്ന് കിട്ടി? അതിപ്പോ മറിയം ബീവി പറയാ അതിന്റെ കഴിവാണ്. ഉടനെ ഹുനാലിക, അടുത്ത ആയത്താണ്, എന്റെ വകയല്ല. ഹുനാലിക ദാ സക്കറിയ മറിയം. അങ്ങനെയുള്ള ഖുർആനില് അല്ല. പിന്നെ എങ്ങനെയുള്ളത്? ഹുനാലിക ദാ സക്കറിയ റബ്ബ്, റബ്ബിനോട് അവിടെ വെച്ച് തേടി. എന്റെ ചോദ്യം, സക്കറിയ നബി സമസ്തക്കാരനാണോ വഹാബിയാണോ? എന്താ? മറിയം ബീവിയുടെ കഴിവാണ് ഇതെങ്കിൽ പിന്നെ അവിടെ വെച്ച് റബ്ബിനോട് എന്തിനാ തേടുന്നത്? തൊട്ട് മുമ്പ് നിൽക്കുന്ന മറിയം ബീവിനോട് തേടിയാ പോരെ? അപ്പൊ മറിയം ബീവിനെ നിന്ദിച്ചതാണോ സക്കറിയ നബി? മറിയം ബീവിക്ക് കറാമത്തില്ല എന്ന് പറഞ്ഞാണോ? അല്ല. കാരണം എന്താ? അവരെന്ന് പറയുന്നത് എന്താണ്? ഇതിന്റെതല്ല, എന്റെ റബ്ബ് തന്നതാണ്. അപ്പൊ പിന്നെ ചോദിക്കേണ്ടത് ആരോടാ? സീസൺ അല്ലാത്ത കാലത്ത് ഫ്രൂട്ട് കൊണ്ടുവന്നത് മറിയം അല്ലെങ്കിൽ അള്ളയാണെങ്കിൽ, എങ്കിൽ എന്റെ ഭാര്യ വന്ധ്യയാണെങ്കിൽ എനിക്ക് കുട്ടിനെ തരാൻ കഴിവ് പിന്നെ ആർക്കാ? എനി പൊന്നുമോനെ, ഞാൻ എല്ലാവരോടും പറയാം. എന്താ അറിയോ? സമസ്തക്കാര് പറഞ്ഞതാണ് ദീനെങ്കിൽ എങ്ങനെ വരണം? എങ്ങനെ വരേണ്ടത്? ഹുനാലിക ദാ സക്കറിയ മറിയം, മറിയമിനോട് സക്കറിയ നബി തേടി. നിങ്ങൾ ഇങ്ങനെ ചെയ്താൽ മതി. കറാമത്തുള്ളൊരു ബീവിയോട് ഒരു നബിയോ ഒരു വലിയോ തേടിയതായി, അവരുടെ കറാമത്തിനെ മുൻനിർത്തി തേടിയതായി നിങ്ങൾ പറഞ്ഞു തന്നാ മതി. മരണപ്പെട്ടു പോയ ഒരാളെ മുൻനിർത്തി ഒരു നബി തേടിയതിന്റെ ഒരു വചനം ഇവിടെ എന്റെ മുമ്പ് പ്രസംഗിച്ച സുല്ലമി ഒരുപാട് തോതിയിരുന്നു. വൈദാ സലക ഇബാദി എന്നീ 2-ാം അധ്യായം 186, വഖാല റബ്ബുക്കും 40-ാം അധ്യായം 60-ാമത്തെ വചനം. ഇതൊക്കെ ഓതിയിരുന്നു. ഈ വചനങ്ങളെല്ലാം ഉദ്ധരിച്ചു. എന്റെ ചോദ്യത്തിലേ ഉള്ളൂ, ഒരു നബി മരിച്ചിട്ട് ആ നബിയുടെ ഖബറിൽ ആ നബി കേൾക്കുമെന്ന വിശ്വാസത്തിൽ ഒരു നബി വിളിച്ച് കാണിച്ചു കൊടുക്കുകയും ഇത് ദീനാണെന്ന് പറയുകയും എന്നിട്ട് സഹാബത്ത് അത് ചെയ്യുകയും ചെയ്ത ഒരൊറ്റ ചരിത്രം, 100 ചരിത്രമല്ല, 10 ചരിത്രമല്ല, ഒരൊറ്റ ചരിത്രം ആധികാരികമായി ഉദ്ധരിക്കാൻ, അള്ളാഹുവിന്റെ ഗ്രന്ഥത്തിൽ നിന്ന് ഉദ്ധരിക്കാൻ നിങ്ങൾക്ക് ഞങ്ങളുടെ നെഞ്ചുറപ്പ് എന്താ? ഞാനിവിടെ ടി കെ അഷ്റഫിന്റെ മാത്രം പറഞ്ഞു, PN അബ്ദുൽ ലത്തീഫ് മദനിയുടെ രാജാവ് ക്ഷണിച്ചിട്ട് ഹജ്ജിന് പോകാൻ ഞങ്ങളുടെ കുഞ്ഞു മുഹമ്മദ് വന്നി പറപ്പൂര്, ഞാൻ അദ്ദേഹത്തിന്റെ മാത്രം പറയണോ അവിടെ? അല്ല. പിന്നെ ഖുർആൻ പറയാണ്, ഖുർആൻ എന്നതാണുള്ളത്, അതനുസരിച്ച് ജീവിച്ചാൽ സ്വർഗത്തിലെത്തും. സംശയം ഉണ്ടോ? കാരണം അല്ലാഹ് പറയുന്നത് അറിയോ? ഫർദുഹിലല്ലാഹി വറസൂലി, ഖുർആനിലേക്ക് സുന്നത്തിലേക്ക് മടക്കിക്കോ. ദാലിക ഖൈറുൻ, അതാ നല്ലത്. ഇൻ കുൻതും തുഅ്മിനൂന ബില്ലാഹ്, അല്ലാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നാണെങ്കിൽ ദാലിക ഖൈറുൻ, അതാ നല്ലത്. ഖുർആനിലുള്ളത് പോലെ ജീവിച്ചോ, സുന്നത്തിലുള്ളത് പോലെ ജീവിച്ചോ. ഖുർആനിലും സുന്നത്തിൽ എന്താണ്? ആ ഉള്ളതനുസരിച്ച് പടച്ചോനെ മാത്രം മുൻനിർത്തിയുള്ളൊരു ജീവിതം. ഇപ്പൊ നിങ്ങൾ നോക്കൂ, ഇരുട്ട്, ഘോരാന്ധകാരമായ ഇരുട്ട്,
രാത്രിയുടെ ഇരുട്ട്, കാർമേഘത്തിന്റെ ഇരുട്ട്, കടലിന്റെ ഉപരിതലത്തിലെ ഇരുട്ട്, ആഴക്കടലിന്റെ ഇരുട്ട്, മത്സ്യത്തിന്റെ വയറാകുന്ന ഇരുട്ട്, 5 ഇരുട്ടറകൾ. ഈ 5 ഇരുട്ടറകൾക്കുള്ളിൽ നിന്ന് മഹാനായ യൂനുസ് നബിയുടെ പ്രാർത്ഥന നേരത്തെ ഇവിടെ ഉദ്ധരിച്ചല്ലോ, 21-ാം അധ്യായം 87-ാമത്തെ വചനം. അതിലെന്താണ്? ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ. ഈ ആയത്ത് വെച്ചിട്ട് പണ്ഡിതന്മാർ പറയുന്നത്, നിങ്ങൾക്ക് എന്ത് പ്രതിസന്ധി ഉണ്ടെങ്കിലും നിങ്ങൾ ഈ ദിക്ർ പറഞ്ഞാൽ മതി, ആ പ്രതിസന്ധി നിങ്ങൾക്ക് നീങ്ങി കിട്ടുന്നു, പടച്ചോനെ മുൻനിർത്തിയാൽ. ഇവിടെയാണ് നിർഭയത്വം. പേടിക്കേയില്ല. ഒരു യഥാർത്ഥ വിശ്വാസി പേടി എന്താ? അവന്റെ വിശ്വാസം എന്റെ റബ്ബ് വിരിച്ചതായി ഇതൊക്കെ. എന്റെ ശരീരത്തിലോ ഭൂമിയിലോ ഒന്നും സംഭവിക്കുന്നില്ല എന്റെ റബ്ബ് രേഖപ്പെടുത്തിയിട്ടില്ലാതെ. സൂറത്ത് ഹദീദിലെ 22. അങ്ങനെ ചെയ്തത് എന്തിനാ? സംഭവിച്ചതിന്റെ പേരിൽ അമിതമായി ദുഃഖിക്കാതിരിക്കാൻ, നേടിയതിന്റെ പേരിൽ അമിതമായി ആഹ്ലാദിക്കാതിരിക്കാൻ. എത്ര പെർഫെക്റ്റ് അല്ലേ? ഒരു വിശ്വാസി കുലുങ്ങോ? ഒരു വിശ്വാസി പതറുവോ? ഇബ്രാഹിം നബി മകന്റെ കഴുത്തിൽ കത്തി വെക്കുന്നത് എന്തിന്? അള്ളാഹനെ മുൻനിർത്തി. ഇല്ല, തോൽക്കില്ല. നമ്മളോ? ഒരു ദർഗയിൽ അടുത്ത ദർഗ, ഒരു ദർഗയിൽ അടുത്ത ദർഗ, ഒരു വലിയ അടുത്ത വലിയ. അപ്പൊ നിങ്ങൾ ശരിക്കും ചിന്തിക്കേണ്ട അറിയില്ല. കുറച്ച് പ്രായം ചെന്നവരൊക്കെ ഞാൻ ചോദിക്കുകയാണ്, പണ്ട് സമസ്ത ആയിരുന്നവരൊന്ന് കൈബന്ധിക്കാമോ? പണ്ട് ഈ കൂട്ടത്തിൽ കുറച്ച് പ്രായമുള്ളവര്, പണ്ടത്തെ മൊയ്തീൻ ഷെയ്ഖിന് ആധുനിക കാലത്ത് സ്ഥാനമുണ്ടോ? അവിടെ സി എം അടവൂർ കൈയടക്കിയിട്ടുണ്ടോ? പറ പറ പറ. ഇന്ന് സി എം അടവൂരുള്ള സ്ഥാനം മൊയ്തീൻ ഷെയ്ഖിനുണ്ടോ? ഉണ്ടോ? പറ. പണ്ട് മൊയ്തീൻ ഷെയ്ഖ് എവിടെ അനങ്ങിയ പൊറാട്ട എന്ന് പറഞ്ഞാൽ എവിടെ നോക്കിയാലും മൊയ്തീൻ ഷെയ്ഖ് ആയിരുന്നു. മൊയ്തീൻ ഷെയ്ഖിന്റെ സ്ഥാനം എന്തുകൊണ്ട് ഇബ്രാഹിം നബിക്ക് കിട്ടിയില്ല? പറ, എന്തുകൊണ്ട് കിട്ടിയില്ല? ഇനി നിങ്ങൾക്ക് ഒന്നുകൂടി മനസ്സിലാക്കണം. അപ്പൊ കാലം ഇങ്ങനെ ചെല്ലുമ്പോ കുറെ സായിബാബ ഉള്ളത് വരെ, സായിബാബ ജനിക്കണവരെ സായിബാബൻ ആരാധിച്ച ആരും ഇവിടെ ഉണ്ടായിട്ടില്ല. സമ്മതിച്ചോ? മാതാമൃതാനന്ദമായി വരുന്നവരെ അവരെ ആരാധിച്ച ആരും ഇവിടെ ഇല്ല. ഇസ്ലാമിന്റെ നിങ്ങൾ ഈ ഇരിക്കുന്ന നമ്മുടെ ഒരു പ്രത്യേകതയെ കുറിച്ച് എപ്പോഴും ചിന്തിച്ചിട്ടുണ്ടോ? ആദം നബി ഏതൊരു റബ്ബിനെയാണോ വിളിച്ചത് ആ റബ്ബിനെ തന്നെയാണ് നമ്മൾ വിളിക്കുന്നത്. 950 വർഷം നൂഹ് നബി വിളിച്ച റബ്ബിനെ തന്നെയാണ് ഇബ്രാഹിം നബി വിളിച്ചത്. ഇബ്രാഹിം നബി വിളിച്ച റബ്ബിനെ തന്നെയാണ് വിളിച്ചത്. പക്ഷേ 25 കൊല്ലം മുമ്പ് മൊയ്തീൻ ഷേഖിനെ വിളിച്ച കൂട്ടർ ഇപ്പൊ മൊയ്തീൻ ഷേഖിനെ വിളിക്കുന്ന സി എം അടവൂരിനെ വിളിച്ച്. ഓലെ പടച്ചോൻ ഇങ്ങനെ മാറിക്കൊണ്ടുപോകും. നമ്മളെ പടച്ചോ മാറൂല. അപ്പൊ ചിലരെങ്കിലും ചിന്തിക്കും, ഇത്രയും പ്രശ്നം ഉണ്ടില്ലേ സമസ്തക്ക്? അതല്ലേ ഞാനൊക്കെ 40 കൊല്ലമായി പ്രസംഗിക്കുന്നത്. ഇന്നെങ്ങനെ അരച്ചു കൊടുത്താൽ വലിച്ചിട്ട് കാന്തൂർ ഉസ്താദം കുടിക്കും ഏത് പ്രായാധിക്യത്തിലും. എന്താ കാരണം എന്ന് വെച്ചാല് ജനങ്ങൾക്ക് വല്ലാണ്ട് അങ്ങ് മനസ്സിലാക്കാനുള്ള കാരണം എന്താ? എന്റെ തൊള്ളത്താളം കൊണ്ടാ അല്ല, ഞാൻ ഖുർആൻ കൊണ്ട് അങ്ങ് കളിക്കും. ഖുർആനിൽ നിന്നിട്ട് ജനങ്ങളെ തലച്ചോറിലേക്ക് ഇങ്ങനെ ഇട്ടുകൊടുക്കും. ചിന്തിക്ക്. അതെല്ലാവർക്കും, അത് ഹിന്ദു കേട്ടാൽ ഓന്റെയും തലച്ചോറിൽ കൊള്ളും, അത് മുസ്ലിം കൊണ്ട് ഓന്റെ തലച്ചോറിലും കൊള്ളും. ഇപ്പൊ ഞാനിവിടെ കാസർഗോഡ് എന്ന പാടത്ത് ഉസ്താദ് അവരുടെ വാട്സപ്പ് ഗ്രൂപ്പ് പോരുതിട്ട് ഒരു കാരണവശാലും ഓന്റെ പ്രസംഗം കേൾക്കാൻ പോകരുത്. അപ്പൊ തന്നെ മനസ്സിലായില്ല എന്തുകൊണ്ട് പോരുത്? ഒലിച്ചെടുപ്പും, അറബിക്കടലിലേക്ക് ഒലിച്ചിറങ്ങണമായി ഒലിച്ചെടുപ്പും സമസ്തയാകുന്ന കൂടാരം. ഒറ്റ പ്രസംഗം മതി ഒലിച്ചു. അള്ള തൗഫീഖ് ചെയ്ത ഇന്നും ഈ ഒരു പ്രസംഗം ചിലപ്പോൾ കെട്ടിടത്തിന്റെ മുകളിൽ കെട്ടിടത്തിന്റെ അപ്പുറത്ത് നോക്കി കേൾക്കുന്നല്ലോ ആവുന്നതിലൊക്കെ ഉണ്ടാവും. ഓലി ചിന്തിക്കുകയാണെങ്കിൽ ഓല ഹൃദയത്തിലേക്ക് ഇത് കിട്ടിയിട്ടില്ലെങ്കിൽ പിന്നെ ആരെ കിട്ടും? ഇവിടെ ഒരു പോയിന്റ് കൂടെ പറയാം. കറാമത്ത് അള്ള പ്രകടിപ്പിച്ച മറിയം ബീവിയോട് ചോദിക്കൽ ദീൻ അനുവദിച്ചിരുന്നുവെങ്കിൽ സക്കരിയ നബി മറിയം ബീവിനോട് ചോദിക്കായിരുന്നു. പക്ഷെ സക്കരിയ നബി എന്തുകൊണ്ട് റബ്ബിനോട് ചോദിച്ചു? റബ്ബാണ് എന്നിലൂടെ അത് പ്രകടിപ്പിക്കുന്നത് മറിയം ബീവി പറഞ്ഞാ പിന്നെ നമ്മൾ ഓടി വരികയാണ്. ചെറിയ കുട്ടി ഇങ്ങനെ ഓടി വരികയാണ്, ഇക്കാക്ക കൊണ്ടാറ്. അപ്പൊ കാക്ക പറയും, മോനെ ഇത് എനിക്ക് ഇപ്പച്ചി തന്നാ ഇപ്പച്ചി നേരത്തെയല്ലേ. ഓ നേരെ പെച്ചിന്റെ അടുത്ത് ഇങ്ങോട്ടൊരു പെച്ചി എനിക്കൂടി, അത്രേ ഉള്ളൂ. നേരെ ചിക്കാക്കാന്റെ അടുത്തുള്ള കാക്കാക്ക് ബാപ്പ കൊടുത്തതാ. ബാപ്പാന്റെ കയ്യിൽ എല്ലാ മക്കൾക്കുള്ള ഉണ്ട്. അപ്പോ നേരെ കാക്ക പറയണത്, മോനെ ഇത് ഇന്റേതല്ല, ഇത് ബാപ്പ തന്നതാ, എന്റെ കുട്ടിക്ക് ഉണ്ടാവും, ചെന്ന് ചോദിക്ക്. സക്കരിയ നബി അതുകൊണ്ട് അള്ളാഹിനോട് ചോദിച്ചു, എനിക്ക് കുട്ടീനെ കൊണ്ട് റബ്ബേ റബ്ബി ഹബിലി മിനസ് സ്വാലിഹീൻ 37-ാമത്തെ വചനം. ഇബ്രാഹിം നബി ചോദിക്കുക, കുട്ടികളെ കൊണ്ട് റബ്ബേ, സ്വാലിഹായ കുട്ടികളെ കൊണ്ട് റബ്ബേ. നേരെ മറിച്ച് നമ്മുടെ ആളുകളോ, മൊയ്തീൻ ഷെയ്ഖേ കുട്ടികളെ തരണേ, കുട്ടികളെ കൊണ്ടാ പാപ്പ. ഒരു മില്ലിയർ നിങ്ങൾ കേട്ടില്ലേ ക്ലിപ്പ്? കുട്ടികളെ കൊണ്ടായി പാപ്പ, ആശ്വാസം നൽകി പാപ്പ. മുദ്രാവാക്യം നാളെയാണേ പറ്റും, അതിന് പറ്റിയ മുദ്രാവാക്യാണ്. സത്യല്ലേ? നിങ്ങൾ ചിന്തിക്കുക, ഈ സമുദായത്തിന്റെ ഒരു അവസ്ഥ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? നേരെ മറിച്ച് ഇവിടെ ഇരിക്കുന്ന നിങ്ങൾ നോക്ക്, ജീവിതത്തിൽ എപ്പോഴെങ്കിലും നമ്മൾ അല്ലാത്ത ഒരാൾ വിളിച്ചിട്ടുണ്ടോ? ഈ ലോകത്തെ സൃഷ്ടിച്ച പടച്ചോനെ വിളിക്കുന്നതിനേക്കാൾ ബെറ്ററായ ഒരു കാര്യം നിങ്ങൾ നോക്ക്. ഈ സൂര്യനും രാവും പകലും ഒക്കെ നിയന്ത്രിക്കുന്ന ഒരു പടച്ചോൻ. ഒന്നുകൂടി ഞാൻ പറയാം, ഒരിക്കലും മരിക്കാത്ത എല്ലാം നിയന്ത്രിക്കുന്ന ഹയ്യുൽ ഖയ്യൂമായ റബ്ബിനെ വിട്ട് മരിച്ച് മണ്ണോട് മണ്ണ് ചേർന്ന് എല്ല് നുരുമ്പിയ ആ സൃഷ്ടിനോട്
പടച്ചോൻ തരുന്നതൊക്കെ അയാൾക്കും തരാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്ന ഒരു മനുഷ്യന്റെ മാനസികാവസ്ഥയെക്കുറിച്ച് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കി. ഒരു മകൻ വന്നിട്ട് പറയണ കാക്ക എന്നോട് പറഞ്ഞു ഞാൻ അനാഥനാന്ന് പറയാറിയാ. ബാപ്പ കബറിൽ ദുനിയാവിൽ ജീവിച്ചിരിക്കുന്ന, അത് ബാപ്പ ദുനിയാവിൽ ജീവിച്ചപ്പോൾ 10 റുപ്യന്റെ വരുമാനം ഉണ്ടാവും. കബറിലെത്തിയ 10 കോടിന്റെ വരുമാനം ഉണ്ടാവും എന്ന് വിശ്വസിച്ച മോനെ ബാപ്പ മരിച്ചെന്നറിയോണേ. എൻ്റെ അപ്പ സമ്പന്നനായിട്ട് കബറിലുണ്ട്. ഞാൻ അവിടെ നിന്നാണ് ചോദിക്കല്. എനിക്ക് 5000 റുപ്യ ബാപ്പ ഇങ്ങനെ കൈയിട്ട് ഇങ്ങനെ തരും. കബറിൽ മരിച്ചാ കബറടക്കണം. അതുകൊണ്ടാണ് നമ്മളെ ഏറ്റവും വലിയ ആണെങ്കിലും മരിച്ചാ കബറില്ലേ നാറും, അല്ലെങ്കിൽ ചീഞ്ഞു നാറും. അതുകൊണ്ട് കൊണ്ടുപോയിട്ട് കബറടക്കും. എന്നിട്ട് നിങ്ങൾ ആലോചിക്കും മനുഷ്യൻ അതിനെ ചുറ്റിപ്പറ്റി കഴിഞ്ഞുവിടുക. കാരണം അത് വരുമാനമാണ്. ആ വരുമാനം നിങ്ങൾ ഒന്നൂടെ മനസ്സിലായി. എല്ലാ ദർഗയിലും വഞ്ചി, കാണിക്ക വഞ്ചി ഇല്ലാന്ന് വിചാരിക്കാം. പൈസ ഇടുന്ന ബോക്സ്, നേർച്ചപ്പെട്ടി. എന്നാ ഒരു ദർഗയിൽ ആരും പോവില്ല. അവിടെ വരുമാനം ഉണ്ടാക്കുന്നില്ല, ആരും പോവില്ല. വരുമാനമാണ് പ്രധാനം. അല്ലാഹു ഖുർആനിൽ പറയാണ് യൗകുലുന അംബാലൻ നാസി ബിൽ ബാത്തിൽ വയസുദ്ദൂന അൻ സബീലില്ലാ. പണ്ഡിത പുരോഹിതന്മാർ നിങ്ങളുടെ ധനം തിന്നുന്നുണ്ട്. ആ തിന്നലാണ് ഇവിടെ നടക്കുന്നത്. അതുകൊണ്ട് ഈ കാര്യം വളരെ ഗൗരവമായി നാം മനസ്സിലാക്കണം. ഞാൻ വൈൻഡപ്പ് ചെയ്ത് വരികയാണ്, അവസാനിപ്പിക്കുന്നത്. സഹോദര, നമ്മളെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഇപ്പം കുട്ടികള് പല നിലയ്ക്ക് നമുക്ക് പരീക്ഷണമാവുമല്ലോ. കഞ്ചാവിന് അടിമപ്പെടും, അങ്ങനെ ആവും, അങ്ങനെ. ആ കുട്ടിക്ക് ലുക്മാൻ ഹക്കീം പറഞ്ഞ പോലെ നേർരേഖ പറഞ്ഞു കൊടുത്ത് എന്നിട്ട് റബ്ബിൽ ഏൽപ്പിക്കുക. ഒരു യഥാർത്ഥ മുഅ്മിന്റെ പ്രത്യേകത എന്താ? ഓൻ അല്ലാഹനെ പറ്റി പ്രസ്താവിക്കപ്പെട്ടാൽ വജ്റത്തു ഖുലൂബുഹും, ഓന്റെ ഹൃദയം പേടിച്ച് നടുങ്ങുന്ന, ഓന്റെ ഹൃദയം പേടിച്ച് നടുങ്ങും. വൈദാ തുലിയത് അലൈഹിം ആയാതുഹു, ആയത്തോതി കേൾപ്പിക്കപ്പെട്ടാൽ. ഇപ്പൊ പട്ടിക്കാട് മണ്ഡലത്തിന്റെ ഈ സമ്മേളനത്തിൽ എത്ര ആയത്തോതി കേൾപ്പിക്കപ്പെട്ടു? ആ ആയത്ത് പ്രകാരം നീ ഒന്ന് ചിന്തിക്ക്. നിന്റെ ഉസ്താദുമാരെ നിനക്ക് ഇങ്ങനെ ഓതി തരൂല. കാരണം തഖ്ദീറുൽ ഇഖ്വാൻ മിൻ തർജമത്തിൽ ഖുർആൻ, ഈ കെ അസമുസ്ലരിയുടെ പുസ്തക. സാധാരണക്കാരെ ഖുർആൻ അർത്ഥം പഠിക്കുന്നത് തടുക്കുന്ന ഗ്രന്ഥം എന്നാ. ഖുർആൻ പഠിക്കുന്നതെന്ന് തടുക്കുന്ന ഗ്രന്ഥം എഴുതിയ മുസ്ലിംമാര് ജൂതനല്ല, ക്രിസ്ത്യാനി അല്ല, ഉസ്താദുമാര്. അല്ലാഹ് പറയുന്നത് അഫലാ യതദബ്ബറൂനൽ ഖുർആൻ അം അലാ ഖുലൂബിൻ അഖ്ഫാലുഹാ. സൂറത്ത് മുഹമ്മദ് 40-ാം അധ്യായം 24-ാമത്തെ വചനം. നിങ്ങൾ ഖുർആനെ കുറിച്ച് ചിന്തിക്കുന്നില്ലേ? സിമ്പിളായ ഒരു ഉദാഹരണം പറയാം. അളവിലും തൂക്കത്തിൽ ഒരാള് നല്ല കച്ചവടം തുടങ്ങാണ് ഇവിടെ, അല്ലെ പട്ടിക്കാട്, അല്ലെ പെരിന്തൽമണ്ണ. അപ്പൊ കച്ചവടം തുടങ്ങുമ്പോ ഉസ്താദിനെ കൊണ്ടുവന്നിട്ട്, അല്ലെങ്കിൽ അമ്പലക്കടവ് പൈസനെ കൊണ്ടുവന്നിട്ട് ഒന്ന് പ്രാർത്ഥിപ്പിക്കുകയാണ്. ആ കച്ചവടത്തിന്റെ ദിവസം അങ്ങനെ പ്രാർത്ഥിച്ച് പൈസ ഒക്കെ വാങ്ങി കീശയിലിട്ട് ഉസ്താദ് പോയി. ഈ കച്ചവടക്കാരൻ കള്ളത്തരമൊക്കെ കാണിച്ച് വലിയ പൈസ ഉണ്ടാക്കി. അതിനിടയിൽ അയാൾ ആക്സിഡന്റിൽ മരിച്ചപ്പോൾ ഇയാളെ കബറും പുറത്ത് ഓതിയിട്ട് അമ്പലക്കടവ് ഊതുകയാണെന്ത്? വൈലുല്ലിൽ മുത്തഫിഫീൻ അല്ലദീന ഇദബ്താലു അലന്നാസി യസ്തൗഫൂൻ വൈദ ഖാലു. ഖുർആൻ ഖത്തം തീർക്കുക. ശരിക്കും കബറിൽ ആചാര്യക്ക് ജീവനുണ്ട്, അമ്പലക്കടവിന്റെ നെഞ്ഞത്തൊരൊറ്റ ചവിട്ടടു. എന്താ കാരണം എന്നറിയോ മോനെ? കേട്ടോ, അതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ 83-ാം അധ്യായം 1 മുതൽ 6 വരെയുള്ള വചനമാണ്. അതിൽ പറയുന്നതറിയോ? അളവിലും തൂക്കത്തിലും കൃത്രിമം കാണിക്കുന്നവർ, വഞ്ചന കാണിക്കുന്നവർ, അളന്നു കൊടുക്കുമ്പോ കള്ളത്തരം കാണിക്കുന്നവർ, അളന്ന് മേടിക്കുമ്പോൾ കൃത്യതയോട് വാങ്ങിക്കുന്നവർ, യൗമ നാസുൽ റബ്ബിൽ ആലമീൻ, ലോകരക്ഷിതാവായ റബ്ബിന്റെ മുമ്പിൽ കച്ചവടക്കാരാ നീ വരും. ശരിക്കും ഈ ആയത്ത് അമ്പലക്കട ഓതി കൊടുക്കേണ്ടത് അയാൾ മരിച്ചിട്ടാണോ, അല്ല അയാൾ കച്ചവടം തുടങ്ങുന്ന ദിവസമാണോ? കച്ചവടം തുടങ്ങുന്നതാണ് പറയുന്നത്. ആചാര്യ കച്ചവടമൊക്കെ തുടങ്ങി നോക്കും. കച്ചവടത്തിൽ കള്ളത്തരം കാണിച്ചാൽ അള്ളാന്റെ മുമ്പിൽ നിൽക്കേണ്ടി വരും. നല്ല ഖുർആനിൽ പറയുന്നുണ്ട്, നല്ല പറയേണ്ടത്. അതുകൊണ്ടല്ല സൂറത്ത് യാസീൻ എന്ത് പറയുന്നത്? സൂറത്ത് യാസീനിൽ മരിച്ചിടത്തോടുന്ന സൂറത്ത് യാസീനിൽ ഏത്? ബാപ്പ ക്യാൻസർ ബാധിച്ച് ഇങ്ങനെ കിടക്കുമ്പോ ജർമ്മനിയിൽ നിന്ന് ക്യാൻസറിന് ഒരു മരുന്ന്, മാറുന്ന ഉറപ്പുള്ള മരുന്ന്. ആ മരുന്ന് ജർമ്മനിയിൽ നിന്ന് ലക്ഷക്കണക്കിന് ഉറുപ്പിക കൊടുത്ത് വരുത്തിച്ചു. ബാപ്പ കിടക്കുന്ന കട്ടിലിന്റെ നേരെ ബാക്കിൽ ഒരു അളമാറയുണ്ട്. അതിന്റെ മേലെ ആ മരുന്ന് ഇങ്ങനെ പട്ട് പൊതിഞ്ഞ് ആടാ വെച്ചു. ബാപ്പ കൊടുത്തില്ല. ബാപ്പ മരിച്ച് ഉറപ്പായതിനു ശേഷം ബാപ്പാന്റെ വായ ഇങ്ങനെ പിടിച്ചിട്ട് ആ മരുന്ന് വായയിലേക്ക് ഒഴിച്ച് എങ്ങനെ ഉണ്ടാവും? അടിച്ചോടെ പല്ല് കൊഴിച്ചാടൂലേ? ഒറ്റടിക്ക് 38 പല്ലും ഓന്റെ കൊഴിച്ചാടൂലേ? കാരണം അത് എപ്പോ കൊടുക്കേണ്ടതാണ്? ക്യാൻസർ രോഗം ബാധിച്ച് ബാപ്പൻ ഞെരുങ്ങി ബുദ്ധിമുട്ടുമ്പോ. ഇതുപോലെയാണ് സമസ്തക്കാര് ജീവിതകാലം. ഹമീദ് എന്ന് പറഞ്ഞ കല്ലാച്ചിയില് 5 ആളെ കൊന്നു. അതിലൊന്നും ഉമ്മയായിരുന്നു. ഉമ്മാനെ കൊന്നു. അതിനുശേഷം കുറ്റബോധം തോന്നിയിട്ട് ഉമ്മാന്റെ കബറും പുറത്തു പോയിട്ട് ഖത്ത് ഓതുക. അതിലെന്താ? വാർദ്ധക്യത്തിലെത്തി ഉമ്മാനോട് ഉപ്പാനോടും ചേ എന്ന് പോലും പറയരുത്. ഹമീദ് എന്താ ചെയ്ത്? അമ്മിക്കുട്ടി തലക്കടിച്ച് കൊല്ലുക ചെയ്ത്. അമ്മിക്കുട്ടി കൊണ്ട് ഉമ്മാന്റെ തലക്ക്
ഖുർആനിൽ എന്താ ഉള്ളത്? ചേന്ന് പറയരുത്. ഓൻ ചെയ്തത് എന്താ? അമ്മിക്കുട്ടി കൊണ്ട് ടേ എന്ന് പറഞ്ഞ തലച്ചോറ് പളർന്നു കളഞ്ഞു. എന്നിട്ട് ഓൻ പിന്നെ പള്ളിക്കാട്ട് പോയിട്ട് ഓതുകയാണെന്ത്? വഖദാ റബ്ബുക. ഇങ്ങനെ സംഭവിച്ചെന്തുകൊണ്ടാ? വഖദാ റബ്ബുക അർത്ഥം പറഞ്ഞു ഓനെ പഠിപ്പിച്ചിരുന്നെങ്കിൽ ഉമ്മാൻ അമ്മിക്കുട്ടി കൊണ്ട് ഓൻ അടിക്കുവോ? ഓൻ സമസ്തക്കാരനാ. കുറ്റകൃത്യങ്ങൾ മുസ്ലിങ്ങൾ പരിശോധിച്ച് ഏറ്റവും കൂടുതൽ സമസ്തക്കാരിലെ അംഗങ്ങളുണ്ടാകുക. എന്താ കാരണം? ഓൾക്ക് ഖുത്ബയിലും ഒന്നും തിരിയില്ല, ഓൾക്ക് ജീവിതത്തിലൊന്നും തിരിയില്ല. പിന്നെ മൊയ്ലിയാമാർ പ്രസംഗിച്ചാലോ ഒരു മുജാഹിദുകളെ പറ്റി ചീത്തയും പറഞ്ഞു പോകും. അതുകൊണ്ട് ആർക്കും ഒരു മതവും പഠിക്കാൻ കഴിയില്ല. ഒരു മുജാഹിദിന്റെ ഖുത്ബ കേട്ടാലോ ഓന് ദീന് മനസ്സിലാവും. യഖ്റഉൽ ഖുർആന വയദക്കിറുൻ നാസ്. ഖുർആൻ ഓതിയിട്ടാണ് പഠിപ്പിക്കുന്നത്. അതാണ് നവോത്ഥാനം. അതാണ് ശരിക്കുമുള്ള ഇസ്ലാമിക പ്രമാണങ്ങളിലേക്കുള്ള മടക്കം.